സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗേന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സംഗതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയ പദ്യം ഒന്ന് ഓടിച്ച് അതിൻ്റെ അർത്ഥം നോക്കിയിട്ട് അടുത്തതിലോട്ട് കിടക്കാം. പൊയ്യൻ്റെ വാർത്തയെ പുരയറ്റ് മെയ്യാനാൽ മെയ്യെൻപത് തേട വേണ്ടുമോ മയ്യിരുളை തീർത്ത വെയിலை തിരുമ്പി അശை തിമൈത്ത് പാർത്തതിൽ എൻ സന്ദയം വൈപ്പായി. പ്രപഞ്ചത്തെ മിഥ്യാ എന്ന് പറഞ്ഞതുകൊണ്ട് കഥയില്ല. അത് നിശ്ചയം വരണം, ഉറപ്പ് വരണം. ബുദ്ധി പ്രപഞ്ചത്തെ മിഥ്യയാണെന്ന് കാണാൻ തുടങ്ങണം. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല, പാല് കറക്കില്ല എന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. ഏട്ടിലുള്ള പശു എങ്ങനെയാ പുല്ല് തിന്നുക? പുല്ല് തിന്നാതെ എങ്ങനെയാ പാല് കിട്ടുക? ഇതുപോലെ സിദ്ധാന്തപരമായ അറിവ് കൊണ്ട് മാത്രം ജീവിത ധന്യത ഉണ്ടാവില്ല. അനുഭവജ്ഞാനം ഉണ്ടെങ്കിലേ ആ ജീവിതത്തിൽ ഈ സുഖവും ശാന്തിയും നമുക്ക് അനുഭവിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. പൊയ്യന്റെ വാർത്തയിൽ പുരയറ്റ്, കുറ്റമറ്റതാണ്, ദോഷമില്ലാത്തതാണ്. ഏത്? പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള വാക്യം. പക്ഷെ അത് നമ്മെ സംബന്ധിച്ച് സത്യമാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സത്യമാകുന്നുണ്ടോ എന്നല്ല. പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള വാക്യത്തിലെ സാരം നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടിയോ? യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അതാണ് ചോദ്യം. മെയ്യാനാൽ ആ വാക്യത്തിന്റെ അർത്ഥം സത്യമായി ഉള്ളിൽ പ്രകാശിച്ചു തുടങ്ങിയാൽ മെയ്യെൻപത് തേട വേണ്ടുമോ? പിന്നെ സത്യവസ്തുവിനെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാ? പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള ഉറച്ച അറിവ് തന്നെയാണ് ബ്രഹ്മജ്ഞാനം. ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവാണ് ബ്രഹ്മജ്ഞാനം എന്നാണ് നമ്മൾ പറയുന്നത്. രണ്ടും ഒന്ന് തന്നെ. പ്രപഞ്ചം മിഥ്യയാണ് എന്ന് ഉറപ്പാകുമ്പോൾ സത്യമായ ബ്രഹ്മം പ്രകാശിച്ചു തുടങ്ങും. ഈ പ്രപഞ്ചത്തിന്റെ സ്ഥാനത്തിൽ അത് പ്രകാശിച്ചു തുടങ്ങും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ബ്രഹ്മത്തിലാണ് പ്രപഞ്ചം ഉണ്ടായതായി നാം അനുഭവിക്കുന്നത്. ആ മിഥ്യാദൃഷ്ടി നീങ്ങുമ്പോൾ അധിഷ്ഠാനം പ്രകാശിക്കും. കയറിലെ സർപ്പം ബ്രഹ്മമാണെന്ന് അറിയുന്നതോടുകൂടെ കയറ് പ്രകാശിക്കും. കയറ് എപ്പോഴും പ്രകാശിക്കുകയായിരുന്നു. അതറിയാതെ പോയതിന് കാരണം അത് സർപ്പമാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. ഇതുപോലെ തന്നെ എപ്പോഴും ബ്രഹ്മം മാത്രമേ ഉള്ളൂ, അത് മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ. അതിൽ ആരോപിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചം മിഥ്യയാണെന്ന് ഉറപ്പാകുമ്പോൾ അധിഷ്ഠാനമായ ബ്രഹ്മം അറിയാറാകും. പിന്നെ സത്യവസ്തുവിനെ അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? വ്യക്തമായി നമ്മുടെ മുമ്പിൽ കണ്ണെതിരെ, സമാധിയിലല്ല, കണ്ണെതിരെ, കണ്ണ് തുറന്നിരിക്കുമ്പോൾ ജാഗ്രത അവസ്ഥയിൽ മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളെ ഗ്രഹിക്കവേ തന്നെ ഇത് ബ്രഹ്മമാണ് എന്നൊരു ഉറപ്പ് കിട്ടും. ഇതിനേക്കാളും വലിയ ബ്രഹ്മജ്ഞാനമൊന്നും ഇല്ല, ആർക്കും നേടാനും പറ്റില്ല. വിഷയഗ്രഹണം നടക്കവേ തന്നെ സർവം ബ്രഹ്മമയം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ, ആ ബ്രഹ്മമായി തന്നെ എല്ലാറ്റിനെയും ദർശിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അറിവ്. അതിനേക്കാളും വലിയ അറിവൊന്നും നേടാനില്ല. മയ്യിരുളை തീർത്ത വെയിലെ, കൂരിരുട്ടിനെ നീക്കിയ വെയിലിനെ അല്ലെങ്കിൽ സൂര്യനെ തിരുമ്പി അശൈത്ത് ഇമൈത്ത് പാർത്തതിൽ എൻ സന്ദയം വൈപ്പായി. സൂര്യന്റെ പ്രകാശത്തിലാണ് എല്ലാം വ്യക്തമാവുന്നത്. നേരത്തെയുള്ള ഇരുട്ടൊന്നുമില്ല, എല്ലാം വ്യക്തമായി കഴിഞ്ഞു. ഇനിയും സൂര്യന്റെ അസ്തിത്വത്തെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യമുണ്ടോ? ഇരുട്ട് നീങ്ങുക എന്നുള്ളത് തന്നെ സൂര്യന്റെ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നില്ലേ? എന്നാലും എന്താ, ഈ പ്രകാശം നാല് ഭാഗത്തും വ്യാപിച്ചാലും ഒരാൾക്ക് ഈ സൂര്യനെ ഒന്ന് നോക്കണം എന്നൊരാഗ്രഹം. അതായത് ഉള്ളിൽ ഉറപ്പ് വന്നിട്ടില്ല, ഈ സൂര്യൻ എന്നൊന്ന് മുകളിൽ പ്രകാശിക്കുന്നുണ്ടോ എന്ന് തല ഉയർത്തി നോക്കിക്കളയാം എന്ന് വിചാരിച്ച് മുകളിലേക്ക് നോക്കുകയാണ്. സംശയഗ്രസ്തമായ മനസ്സ് ഇങ്ങനെയേ ചിന്തിക്കൂ. നാമരൂപാത്മകമായി കാണപ്പെടുന്ന പ്രപഞ്ചം ബ്രഹ്മമാണ് എന്ന് അറിവുണ്ടായാൽ
ഇനി ആ നിർഗുണമായ പ്രപഞ്ച നാമരൂപങ്ങളിൽ നിന്നെല്ലാം മുക്തമായ ആ ബ്രഹ്മത്തെ വേറിട്ട് എന്തിനാ സാക്ഷാത്കരിക്കുന്നത്? അതുകൊണ്ട് എന്ത് വിശേഷത്താണ് സഗുണം മോശം, നിർഗുണം വളരെ വിശേഷപ്പെട്ടത്? ഇങ്ങനെ ഒരു വിചാരമുണ്ട്. ഈ നിർഗുണത്തിന്റെ പ്രകടനമാണ് സഗുണം. ആ സഗുണത്തെ അനുഭവിക്കുമ്പോൾ അത് നിർഗുണത്തിന്റെ പ്രകടനമാണ് എന്ന് ബുദ്ധി കൊണ്ട് നിർഗുണത്തെ പിന്തുടരുകയും ഇന്ദ്രിയങ്ങളും മനസ്സും കൊണ്ട് സഗുണത്തെ പിന്തുടരുകയും ചെയ്താൽ അതാണ് ജീവൻ മുക്തന്റെ സ്ഥിതി. അല്ലാതെ അതീന്ദ്രിയമായ ഒരു തലത്തിൽ പ്രപഞ്ച നാമരൂപങ്ങളൊന്നും ഇല്ലാതെ അതിനെ മാത്രമായിട്ട് ഇങ്ങനെ അരിച്ചെടുത്ത് അനുഭവിക്കണം എന്നൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. നമുക്ക് നേടേണ്ട അറിവെന്താ? എല്ലാം ബ്രഹ്മമാണ് എന്നുള്ളതാണ്. അതിന് നാമരൂപങ്ങൾ ഒരിക്കലും തടസ്സമല്ലല്ലോ. ഈ നാമരൂപങ്ങൾ അതിൻ്റെ തന്നെ പ്രകടനമാണ് എന്ന് ബോധ്യം വന്നാൽ ഇനിയിപ്പോ നിർഗുണത്തിലേക്ക് എന്തിനാ പോകുന്നത്? ആവശ്യമില്ല. അതിൻ്റെ തിരുമ്പി അശൈത്ത് ഇമയത്ത്, തല ഉയർത്തി മുകളിലേക്ക് നോക്കിയാൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? കണ്ണ് മഞ്ഞടിച്ചു പോകുന്നു. അപ്പോൾ കണ്ണിമകൾ ഇങ്ങനെ ചെറുതാക്കി പകുതി അടച്ച് ഇങ്ങനെ നോക്കുകയാണ് സൂര്യനെ. തുറച്ചു നോക്കുന്നു, മെഴിചിമ്മി നോക്കുന്നു. ഈ സൂര്യന്റെ അസ്തിത്വം സൂര്യനെ നോക്കിയിട്ട് വേണോ മനസ്സിലാക്കാൻ? ചുറ്റുമുള്ള പ്രകാശത്തെ, ഭൂമിയിൽ 4 ഭാഗത്തും വ്യാപിച്ചിരിക്കുന്ന പ്രകാശത്തെ നോക്കിയാൽ പോരെ അദ്ദേഹത്തിന്റെ ഉണ്മ മനസ്സിലാകാൻ? പാർത്തതിൽ എൻ സന്ദേഹം, നിങ്ങൾക്ക് എന്താ സന്ദേഹം, സംശയം? വസ്തുക്കളെ വ്യക്തമായി കാണുന്നു, അനുഭവിക്കുന്നു. അത് തന്നെയാണ് പ്രകാശത്തിന്റെ അസ്തിത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവ്. വസ്തുക്കളെ കാണുന്നു, അതുപോലെ നാമരൂപങ്ങളെ നാം അനുഭവിക്കുന്നു എന്നത് തന്നെയാണ് ആത്മസാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നത്. എൻ സന്ദേഹം വൈപ്പായി, നീ എന്തിനാ സംശയിക്കുന്നത്? നമ്മുടെ ഉപാധികളൊക്കെ മായാകാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ കള്ളം, വാസ്തവമല്ല. ഏതൊക്കെയാണ് നമ്മുടെ ഉപാധികൾ? ഏറ്റവും സ്ഥൂലമായ ഉപാധിയാണ് ശരീരം. അതിനേക്കാളും സൂക്ഷ്മമാണ് ഇന്ദ്രിയങ്ങൾ. അതിനേക്കാളും സൂക്ഷ്മമാണ് മനസ്സ്. മനസ്സിനേക്കാളും സൂക്ഷ്മമാണ് ബുദ്ധി. ബുദ്ധിയുടെ ഉള്ളിലാണ് ഞാൻ എന്നുള്ള ഭാവം, അഹങ്കാരം, ജീവാത്മഭാവം പ്രകാശിക്കുന്നത്. അപ്പൊ ആ ജീവാത്മാവിനോടുകൂടെ ചേർന്ന് പ്രകാശിക്കുന്നവയാണ് ആദ്യം പറഞ്ഞവയെല്ലാം. അതൊക്കെ ഉപാധികളാണ്, മായ കൊണ്ട് ഉണ്ടെന്ന് തോന്നിയതാണ്. വാസ്തവത്തിൽ ഏറ്റവും ഉള്ളിലുള്ള ഈ ഞാനായി പ്രകാശിക്കുന്ന ആത്മാവ് മാത്രമാണ് സത്യം. അപ്പൊ ഉപകരണങ്ങളൊക്കെ കള്ളമാണ്. ഉപകരണത്തിലൂടെയുള്ള കാഴ്ചയും കള്ളമാണ്. നിങ്ങൾ ഉപകരണത്തെ മാറ്റിയിട്ട് നോക്കൂ. ഉപകരണത്തെ മാറ്റിയിട്ട് നോക്കിയാലാണ് വസ്തുവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണാൻ കഴിയും. ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി തുടങ്ങിയവയൊക്കെ മാറ്റിയിട്ട്, ഇതൊക്കെ മാറ്റിയാൽ കാഴ്ച തന്നെ ഇല്ലല്ലോ. അതാ പറഞ്ഞത് പ്രപഞ്ചം മിഥ്യയാണെന്ന്. ഈ ഉപകരണങ്ങളെ നീക്കിയാലേ കാഴ്ച തന്നെ ഇല്ല, നാമരൂപങ്ങളെ കാണാൻ തന്നെ കിട്ടില്ല. അപ്പൊ അത് മിഥ്യയാണ്. അപ്പൊ ഈ ഉപകരണങ്ങളെ മാറ്റിയിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രപഞ്ചം മിഥ്യയാണെന്ന് ഉറപ്പുവരിക. അത് ഉറപ്പുവരാൻ വേണമെങ്കിൽ കുറച്ച് സമയം നിർവികൽപ്പ സ്ഥിതിയിൽ ഇരുന്നോളൂ, ദോഷമൊന്നുമില്ല. പക്ഷെ നാമരൂപങ്ങളോട് കൂടിയ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോഴാണ് ഇതൊക്കെ ബ്രഹ്മമാണ് എന്ന് ഉറപ്പുവരേണ്ടത്. ആദ്യഘട്ടത്തിൽ ഈ ഉപകരണങ്ങൾ നമ്മുടെ അറിവിനെ ട്വിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ അറിവിനെ വളച്ചൊടിക്കും. ഉപകരണത്തെ മാറ്റിയിട്ട് കാണാം എന്ന് പറഞ്ഞാൽ രൂപങ്ങൾ തന്നെ ഇല്ല. അപ്പോൾ ആ കേവലമായ സത്ത അനുഭവിക്കാറാകും. അതുകൊണ്ട് ഈ കാര്യത്തിൽ നീ സംശയിക്കേണ്ട കാര്യമില്ല. എന്ത്? ബ്രഹ്മമുണ്ട്, ആത്മാവുണ്ട് എന്നുള്ള കാര്യത്തിൽ അല്പം പോലും സംശയം നിനക്കുണ്ടാകേണ്ട കാര്യമില്ല. അടുത്ത പദ്യം വായിക്കാം. വേണ്ട പിറപ്പന്റെ വാർത്തയിനിൽ മെയ് വിടയം തീണ്ടാത് അതിലേ തെരിയാതോ കാൺപീർ ഉടമ്പ് മികை ഒன்றியாமையே നോൻപെன்று അടങ്ക അടങ്ങിനാരേ. ഇതൊക്കെ സന്ധിയിലാണ്. അടങ്ക അടങ്ങിനാരേ എന്നൊക്കെ സന്ധിയിലാണ് അതൊക്കെ ചേരുന്നത്. വേണ്ട പിറപ്പെன்ற വാർത്തയിനിൽ, പിറപ്പ് വേണ്ട എன்ற വാർത്തയിനിൽ. പിറപ്പ് ജന്മം, ജനനം, ശരീരസ്വീകാരം. ഈ ജന്മം വേണ്ട എന്നുള്ള വാക്യത്തിൽ മെയ് വിടയം തീണ്ടാത്, ശരീരം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ സ്പർശിക്കുകയില്ല. ജന്മം വേണ്ട എന്ന് തീരുമാനിക്കുക. ഈ ശരീരത്തെ വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അനുഭവിച്ച് രസിക്കാം എന്നുള്ള തെറ്റിദ്ധാരണ നിലനിൽക്കുന്നിടത്തോളം കാലം
ഈ ശരീരം നമ്മുടെ ഒപ്പം ഉണ്ടാവും. സ്ഥൂല ശരീരമല്ല, സൂക്ഷ്മ ശരീരവും ഉണ്ടാവും. സൂക്ഷ്മ ശരീരമാണ് വാസ്തവത്തിൽ സ്ഥൂല ശരീരത്തെ ഉണ്ടാക്കുന്നത്. ഈ സൂക്ഷ്മ ശരീരം, അതിലെ പ്രധാനപ്പെട്ട ഘടകം മനസ്സാണ്. മനസ്സിലാണ് ആഗ്രഹങ്ങൾ, അനുഭവിക്കണം എന്നുള്ള തൃഷ്ണ. ആ തൃഷ്ണ ബാക്കി നിൽക്കുന്നിടത്തോളം സ്ഥൂല ശരീരത്തെ അത് നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഏത്? സൂക്ഷ്മ ശരീരം. ഇപ്പൊ വേണ്ട പിറപ്പന്റെ വാർത്തയിനിൽ ജ്ഞാനികളും അജ്ഞാനികളും പറയുന്നുണ്ട്, അയ്യോ എനിക്കൊരു ജന്മം വേണ്ടേ എന്ന്. ജ്ഞാനികൾ അറിഞ്ഞുകൊണ്ട് പറയുന്നു, അജ്ഞാനികൾ അറിയാതെ പറയുന്നു. അജ്ഞാനികൾ എപ്പോഴാ അയ്യോ ഇനിയൊരു ജന്മം വേണ്ട, ദൈവമേ ഗുരുവായൂരപ്പ എന്നെ അങ്ങ് എടുത്തേക്കണേ. അതെപ്പോഴാ? ശരീരത്തിൽ അതികഠിനമായ വേദന വരുമ്പോഴോ, അതുമല്ലെങ്കിൽ ജീവിതം ദുരിതപൂർണമാകുമ്പോഴോ. ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് എന്തിന്? ആര് തിരിഞ്ഞു നോക്കാനില്ല. ശങ്കരാചാര്യർ പറയുന്നത് പോലെ വാർത്താം കോപിന പൃച്ഛതി ഗേഹേ. വീട്ടിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ, അമ്മൂമ്മ എന്തെങ്കിലും കഴിച്ചോ, അല്ലെങ്കിൽ മകനോ മകളോ ആണെങ്കിൽ അച്ഛൻ എന്തെങ്കിലും കഴിച്ചോ, അമ്മ എന്തെങ്കിലും കഴിച്ചോ, ഇന്നലെ ചുമയ്ക്കുന്ന ശബ്ദം രാത്രി കുറേ നേരം കേട്ടുവല്ലോ, നമുക്ക് ആശുപത്രിയിൽ പോവാം, മരുന്ന് എന്തെങ്കിലും വാങ്ങിക്കാം. ആരും ഒന്നും ചോദിക്കുന്നില്ല. അങ്ങനെ തന്നെ തൻ്റെ കാര്യങ്ങൾ നോക്കാത്ത, തന്നെ കുറിച്ച് ആരും ഒന്നും അന്വേഷിക്കുന്നില്ല. അങ്ങനെ ഒരാൾ വീട്ടിലുണ്ടെന്ന് പോലും ബാക്കിയുള്ളവർ കരുതുന്നില്ല. അങ്ങനെ ഒരു കുടുംബത്തിൽ ഇനി എന്തിനു ജീവിക്കണം? അത് ഒരു കണക്കിലുള്ള വിരക്തിയാണ്. പക്ഷേ അത് പാകത വന്ന വിരക്തിയല്ല. ഈ മക്കളും ചെറുമക്കളും ഒക്കെ നല്ലപോലെ നോക്കുന്നുണ്ടെങ്കിൽ ഈ വിരക്തി വരികയില്ല. നിരാശയിൽ നിന്ന് വരുന്ന വിരക്തിയാണത്. വിവേകത്തിൽ നിന്ന് വരുന്ന വിരക്തിയെ നമുക്ക് പ്രയോജനപ്പെടും. വിവേകത്തിൽ നിന്ന് വിരക്തി വരണം. സന്യാസം വിവേകത്തിൽ നിന്നാവണം. നിരാശയിൽ നിന്നോ ഫ്രസ്ട്രേഷനിൽ നിന്നോ ആവരുത്. ഞാൻ ഇഷ്ടപ്പെട്ടത് എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ വളരെ സ്നേഹിച്ച ഒരാള് മറ്റൊരാളുടെ പുറകെ പോയി, അതൊക്കെ ഒരുതരം നിരാശയമോ പരാജയബോധമോ ഒക്കെയാണ്. അതിൽ നിന്നുണ്ടാവുന്ന വിരക്തിക്ക് അധിക ആയുസ്സില്ല, അധികകാലം നിലനിൽക്കില്ല, അത് താത്കാലികമാണ് എന്നർത്ഥം. അപ്പൊ ഇനി എനിക്ക് ജന്മം വേണ്ട എന്ന് ജ്ഞാനികളും അജ്ഞാനികളും പറയുന്നു. പക്ഷേ ശരിക്കും ആ പറച്ചിലിന്റെ സാരം ഉൾക്കൊണ്ട് പറയുന്നത് ജ്ഞാനികൾ മാത്രമാണ്. മറ്റുള്ളവരെ വെറുതെ വാഗൊണ്ട് പറയുന്നു, അത്രയും. അവർക്ക് അത്ര വിരക്തിയൊന്നും വന്നിട്ടില്ല. ഈ ജന്മത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹവുമില്ല. വെറുതെ വാഗൊണ്ട് പറയുന്നു, അതിൽ കവിഞ്ഞൊന്നുമില്ല. മെയ് വിടയം തീണ്ടാതെ ഈ ജ്ഞാനികൾ, യഥാർത്ഥത്തിൽ വിരക്തരായവർ, അവർ ഈ ജന്മം വേണ്ട എന്ന് പറയുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ഈ വിരക്തി കടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? ഇതൊക്കെ ഉൾത്തലത്തിലാണല്ലോ. സംഘവും ഉൾത്തലത്തിലാണ്, നിസ്സംഗതയും ഉള്ളിലാണ്. ഈ സംഘവും നിസ്സംഗവും എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ പ്രവൃത്തി കണ്ട് തിരിച്ചറിയാമെന്ന്. അകത്തുള്ളത് അകത്ത് ഒതുങ്ങിക്കൂടില്ല, അതെപ്പോഴെങ്കിലും പുറത്ത് ചാടും. അതിനെ മറച്ചു വെക്കാൻ പറ്റില്ല. എത്ര കെങ്കേമനായാലും ശരി, ലോകമഹാപ്രാണാണെങ്കിലും ശരി, അവന്റെ ഉള്ളിലുള്ള ആ മോശപ്പെട്ട സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് ചാടും. അവൻ വിചാരിച്ച ഉള്ളിൽ അടക്കി നിർത്താൻ പറ്റില്ല. കാരണം മനസ്സാണ് ശരീരത്തിലൂടെ പ്രകടമാകുന്നത്. അവന്റെ വാക്ക്, പ്രവൃത്തി, നോട്ടം, നടത്ത, ഇരിപ്പ്, പോക്ക്, ഇങ്ങനെ ഓരോ കർമ്മങ്ങളിൽ നിന്നും അവൻ സംഘിയാണോ നിസ്സംഗിയാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. ജ്ഞാനികൾ നിസ്സംഗരാണ്. എങ്ങനെ അറിയാം? മെയ് വിടയം തീണ്ടാതെ. സംഘം ഉള്ളിൽ നിന്നാണ് പോകേണ്ടത്. ഉള്ളിൽ നിന്ന് സംഘം പോയതിന്റെ ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ സ്ഥൂല ശരീരം തന്നെ ലൗകിക സുഖങ്ങളുടെ പുറകെ പോവില്ല. അത് കണ്ടിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. അവരുടെ ഉള്ളിൽ നിസ്സംഗതയും വിരക്തിയും ഒക്കെ ഉണ്ട്. അവരുടെ ശരീരം ഉപഭോഗങ്ങളെ അല്ല, ലൗകിക സുഖങ്ങളെ, ഭോഗപദാർത്ഥങ്ങളെ ആശ്രയിച്ച് നിൽക്കില്ല. ഉള്ളിൽ വിരക്തി ഉണ്ടെങ്കിൽ ആ വിരക്തി പുറത്ത് പ്രകടമായേ പറ്റും. ഞാൻ ഉള്ളിൽ നിസ്സംഗനാണ്, പുറത്ത് സംഘമുള്ളതുപോലെ അഭിനയിക്കാം. പക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ നിസ്സംഗത വെളിയിലേക്ക് ചാടും. സംഘവും അതുപോലെ തന്നെ, അത് പുറത്ത് ചാടും. പുറത്ത് വലിയ നിസ്സംഗനെ പോലെയൊക്കെ അഭിനയിക്കാം. ഉള്ളിൽ സംഘമുണ്ടെങ്കിൽ ഈ സംഘം ഏതെങ്കിലും തരത്തിൽ പുറത്ത് പ്രകടമാവും. ജ്ഞാനികളുടെ ആ നിസ്സംഗത എങ്ങനെ അറിയാം? ശരീരവും ഇന്ദ്രിയങ്ങളും ഒന്നും വിഷയങ്ങളെ സ്പർശിക്കില്ല. അവര് ബാഹ്യമായി തന്നെ വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കും. കാരണം ഉള്ളിലെ നിസ്സംഗതയാണ്. അല്ല, മനസ്സ് നിസ്സംഗമായിരുന്നിട്ട് വിഷയങ്ങളെ കൈകാര്യം ചെയ്താൽ എന്താ?
ദോഷമൊന്നുമില്ല. പക്ഷെ ഈ മനസ്സിൽ നിസ്സംഗത വരുമ്പോ അതിന്റെ ബഹിസ്ഫുരണം കുറെയൊക്കെ കാണാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് ഇയാൾ നിസ്സംഗനാണ് എന്ന് അവര് മനസ്സിലാക്കും. അവരെ കാണിക്കാൻ വേണ്ടിയല്ല, പക്ഷെ അകത്തുള്ള ആ സ്വഭാവം പുറത്ത് പ്രകടമാകും. മെയ് വിടയം തീണ്ടാതെ അതിലേ തെരിയാതോ, ആ സ്വഭാവം കണ്ടാൽ മനസ്സിലാവില്ലേ അവർ നിസ്സംഗരാണെന്ന്. ജ്ഞാനികളെയാണ് പറയുന്നത്. അവരുടെ ഉള്ളിൽ വേണ്ടത്ര വിരക്തിയും വിഷയ ലോലുപതയുടെ അഭാവവും ഒക്കെ ഉണ്ട് എന്നുള്ളത് അവരുടെ പ്രവൃത്തിയും നോട്ടവും അവരുടെ സംസാരവും ഒക്കെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവില്ലേ, മനസ്സിലാവുന്നു. അതിലേ തെരിയാതോ കാൺവീർ, നോക്കൂ എന്താണ് അവരെ സംബന്ധിച്ച് ഉടമ്പ് മികൈ. മികൈ എന്ന് പറഞ്ഞാൽ അതിശയോക്തി അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ എന്നാണ്. എക്സ്ട്രാ, എക്സസ് എന്നാണ് മികൈ. തമിഴിൽ മികൈപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കൂട്ടിപ്പറയുക എന്നാണ്. എക്സാജറേറ്റ് ചെയ്യുക എന്നാണ് മികൈപ്പെടുത്തുക എന്നുള്ളത്. മികൈ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. തിന്മ എന്നർത്ഥമുണ്ട്, അധിക ഭാരം എന്നർത്ഥമുണ്ട്, തെറ്റ്, കുറ്റം, അനാവശ്യം, രോഗം, ഇങ്ങനെ പല അർത്ഥങ്ങളുമുണ്ട്. ശരീരം അധികപ്പറ്റാണ് ജ്ഞാനികളെ സംബന്ധിച്ച്. അവർക്കതൊരു ഭാരമാണ്, രോഗമാണ്. ശരീരത്തിൽ വരുന്ന രോഗമല്ല, ശരീരം രോഗമാണ്. അതാണ് രമണ മഹർഷി പറഞ്ഞത്, ഉടമ്പേ ഒരു വലിയ വ്യാധി പോയി. ശരീരമാണ് ഏറ്റവും വലിയ രോഗം. പക്ഷെ ശരീരത്തെ രോഗമായിട്ട് കാണണമെങ്കിൽ എത്ര പാകത വന്നിട്ടുണ്ടാവണം. ഈ ശരീരത്തെ വെച്ചാണല്ലോ സാധാരണക്കാരെ സുഖിക്കാൻ നോക്കുന്നത്. ഉടമ്പ് മികൈ, ഇത് എക്സ്ട്രായാണ്, കൂടുതലാണ്, അധികപ്പറ്റാണ്. തിരുക്കുറളില് 345 ഒരു കുറൾ ഇതിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ വ്യാഖ്യാനത്തില്. മറ്റും തുടർപ്പാട് യവൻ കൊൽ പിറപ്പറുക്കൽ ഉற்றாർക്ക് ഉടമ്പും മികൈ. ഈ മികൈ എന്നുള്ള വാക്ക് ആ തിരുക്കുറളിൽ വരുന്നുണ്ട്. ഇതിനു മുമ്പും ആ തിരുക്കുറളിലുള്ള ചില വാക്കുകൾ ഇദ്ദേഹത്തിന്റെ പദ്യങ്ങളിൽ ഇദ്ദേഹം ഉപയോഗിച്ചുവല്ലോ. അതെന്താണ്? ജന്മബന്ധത്തെ നശിപ്പിക്കണം എന്ന് കച്ചകെട്ടി ഇറങ്ങിയവർ, അവരെ സംബന്ധിച്ച് ഈ ശരീരം ഒരു രോഗമാണ്. രോഗത്തെ ആരെങ്കിലും ലാളിക്കുമോ? അതിന് മറുപടി പറയും. രോഗത്തിനോട് ആരെങ്കിലും സ്നേഹമോ ഇഷ്ടമോ ലാളനയോ അതൊന്നും ചെയ്യാറില്ലല്ലോ. നമ്മളൊക്കെ വെറുക്കുന്നതല്ലേ. വൈരാഗ്യത്തിന്റെ ലക്ഷണവും ഇത് തന്നെയാണ്. ശരീരത്തില് ഒരു മമത ഉണ്ടാവരുത്. ഇത് തൻ്റെ സ്വരൂപവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒരു വ്യാധിയാണ്. ശരീരം തന്നെ വ്യാധിയായി കാണപ്പെട്ടാൽ മറ്റ് സംഘങ്ങളെ കുറിച്ച് എന്ത് പറയാം? മറ്റ് സംഘമൊക്കെ ശരീരത്തിന് വേണ്ടിയാണ്. ശരീരത്തെ തന്നെ ഒരു മഹാവ്യാധിയായിട്ട് കരുതുന്നുവെങ്കിൽ മറ്റ് ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധനങ്ങൾ അതൊന്നും അവരുടെ ഉള്ളിലില്ല, ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ശരീരത്തെ രോഗമായിട്ട് കാണാൻ കഴിയില്ല. അപ്പൊ മികൈ എന്നുള്ളത് ആ തിരുക്കുറളിൽ വരുന്നുണ്ട്. ഉടമ്പ് മികൈ ഒன்றிலாமையே നോൻപ് എന്ന് നമ്മൾ നൊയമ്പ് എന്ന് പറയും. തമിഴില് നോൻപ് എന്നാണ് പറയുന്നത്. മറ്റു മതക്കാരും ഒക്കെ ഈ നൊയമ്പ് അനുഷ്ഠിക്കാറുണ്ട്. ഹിന്ദു മതത്തിൽ മാത്രമല്ല. വ്രതം എന്നർത്ഥം. വ്രതം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള തപസ് എന്നർത്ഥം. തപസ് എന്ന് പറഞ്ഞാൽ എന്താ? നിത്യേന നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് വേണ്ടാന്ന് വെച്ചാൽ അത് തപസ്സാണ്. നിത്യേന ചെയ്യാത്ത ഒന്ന് പുതിയതായിട്ട് ഒരു ദിവസം അംഗീകരിച്ചാൽ അതും തപസ്സിൽപ്പെടും. ഇപ്പൊ നോക്കൂ, ദിവസേന 3-4 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഏകാദശിയുടെ അന്ന് ഞാൻ ഒന്നും കഴിക്കില്ല, ഏകാദശി ഉപവാസമാണ് എന്ന് പറഞ്ഞാൽ അത് തപസ്സാണ്. അരി ആഹാരം കഴിക്കില്ല. ശ്രാദ്ധത്തിന്റെ തലേ ദിവസം നമ്മൾ ഒരിക്കൽ എന്ന് പറയാറുണ്ടല്ലോ, ഒരു നേരം മാത്രമേ കഴിക്കൂ. രാത്രി എന്തെങ്കിലും കഞ്ഞിയോ ലൈറ്റ് ആയിട്ടുള്ള, കഴിയുന്നത് ലിക്വിഡാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഒരിക്കൽ. അപ്പൊ അതൊക്കെ ഈ തപസ് അല്ലെങ്കിൽ നൊയമ്പ്, അതുമല്ലെങ്കിൽ വ്രതം എന്നുള്ള വാക്കിനകത്ത് പെടും. എന്താണ് ശരിക്കുള്ള തപസ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞത് എന്താ? ദിവസേന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യാതെ ഇരിക്കുന്നു, ഊണ് വേണ്ടാന്ന് വെക്കുന്നു, ഒരു നേരം മാത്രം കഴിക്കുന്നു, അത് ഒരു തരത്തിലുള്ള തപസ്സാണ്. ഇനി ദിവസേന ചെയ്യാത്തത് ചെയ്യുന്നു. ചില വിശേഷ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രം ഇത്ര ആവർത്തി ജപിക്കുന്നു. അത് ദിവസേന ചെയ്യുന്നതല്ല, വിശേഷ സന്ദർഭങ്ങളിൽ മാത്രം ചെയ്യുന്നതാണ്. അതും തപസ്സിൽപ്പെടും. എന്നാൽ ഇവിടെ എന്ത് പറയും നോക്കൂ, ശരിയായ തപസ് അല്ലെങ്കിൽ നൊയമ്പ് എന്ന് പറഞ്ഞാൽ ഒன்றிலாமையே നോൻപെன்று, ഒന്നും എൻ്റെ അല്ല,
ഞാൻ പിച്ചക്കാരനാണ് എന്ന് ഉള്ളിൽ തട്ടി പറയാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ തപസ്. മമതാ ത്യാഗം. ഒന്നും എന്റെയല്ല, ഈശാവാസ്യമിതം സർവം. ഈ കാണുന്നതൊക്കെ ഈശ്വരന്റെയാണ്. ഞാനോ എന്റെ പൂർവികരോ ഉണ്ടാക്കിയതല്ല ഈ ഭൂമി. എത്രയോ ആൾക്കാര് ചക്രവർത്തിമാർ ഇവിടെ ഭരിച്ച് മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും കൊണ്ടുപോകാൻ, അവർക്കാർക്കും കൊണ്ടുപോകാൻ കഴിയാത്ത ഭൂമിയാണോ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോവുക? ഇതാണ് മറ്റേ പണ്ടൊരു കഥയുണ്ടല്ലോ, ഒരു രാജ്യത്തിലെ രാജാവ്, ആ രാജാവിന് ഒരു മകനുണ്ട്, 4 വയസ്സോ 5 വയസ്സോ ആയ കുട്ടിയാണ്. രാജാവ് മരിച്ചപ്പോ രാജാവിന്റെ അനിയനുണ്ട്. ഈ കുട്ടി ജീവനോടുകൂടെ ഇരുന്നാൽ അയാൾക്ക് അധികാരം കിട്ടില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള ഏർപ്പാടുണ്ടാക്കി. ഈ കുഞ്ഞിനെ കൊല്ലിക്കാൻ വേണ്ടി കുറെ പേരെ ചട്ടം കിട്ടി. അപ്പൊ അവർ ഈ കുട്ടിയെ കൊണ്ട് കാടിന്റെ മധ്യഭാഗത്ത് പോയി കൊല്ലാൻ വേണ്ടി അങ്ങനെ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ അല്പം ദയവുള്ള ഒരാളുണ്ടായിരുന്നു. പാവപ്പെട്ട കുട്ടി, 5 വയസ്സേ ആയിട്ടുള്ളൂ. ഇവൻ വളർന്ന് വന്ന് നാളെ അവകാശമൊക്കെ ചോദിച്ച് വന്നാലല്ലേ ആ സമയത്ത് നോക്കാം നമ്മളായിട്ട് എന്തിനാ ഈ അരിങ്കൊല ചെയ്യുന്നത് എന്ന് വിചാരിച്ച് അവര് ആ കുട്ടിയെ കൊല്ലാതെ ഉപേക്ഷിച്ചു. എന്നിട്ട് പക്ഷെ ചോര കൊണ്ടുവന്ന് കാണിക്കണം, ചോര പുരട്ട വസ്ത്രം കൊണ്ടുവന്ന് കാണിക്കണം എന്നാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഈ പയ്യന്റെ ശരീരത്തിൽ നിന്നും ഒരു കഷ്ണം തുണി വലിച്ചു കീറി ഏതോ കാട്ടുമൃഗത്തെ കൊന്ന് അതിന്റെ ചോര ഈ തുണിയിൽ തേച്ച് പിടിപ്പിച്ച് അതുകൊണ്ട് കാണിച്ചു. അപ്പൊ ഇവര് പോകുന്നതിന് മുമ്പ് ആ 5 വയസ്സുള്ള കുട്ടി ഒരു പദ്യം, ഒരു പേപ്പറൊന്നുമില്ല, ഒരു ഇലയില് എഴുതി കൊടുത്തു. നഖം കൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ കാട്ടിലുള്ള ഏതെങ്കിലും മൂർച്ചയുള്ള കമ്പോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ എഴുതി കൊടുത്തു. ഇത് ചിറ്റപ്പൻ്റെ അടുത്ത് കൊടുത്തേക്കണമെന്ന്. അപ്പോൾ അതും ആ എഴുത്തും ഈ ചോര പുരണ്ട വസ്ത്രവുമാണ് അവർ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഈ കുട്ടി എഴുതിയത് എന്താണ്? മാന്ധാദാസ മഹീപതി കൃതയുഗാലങ്കാര ഭൂതോ ഗതഃ സേതുര്യേന മഹാംബുധൗ വിരചിത ക്വാസൗ ദശാസ്യാന്തകഃ അന്യേ ചാപി യുധിഷ്ഠിര പ്രഭൃതയോ യാതാ ദിവം ഭൂപതേ നൈകേനാപി സമം ഗതാ വസുമതി മുഞ്ച ത്വയാ യാസ്യതി. അങ്ങനെ ഒരു പാഠമുണ്ട്. നൂനം ത്വയാ യാസ്യതി എന്നൊരു പാഠഭേദമുണ്ട്. ഈ ചിറ്റപ്പന്റെ പേര് മുഞ്ചൻ എന്നാണ്. അപ്പൊ ചിറ്റപ്പനെ എഴുതി കൊടുത്ത ഒരു കത്തിൽ ചിറ്റപ്പനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കുട്ടി ആ പദ്യം എഴുതുന്നത്. എന്താ കുട്ടി എഴുതിയത്? മാന്ധാദാസ മഹീപതി കൃതയുഗാലങ്കാര ഭൂതോ ഗതഃ. കൃതയുഗത്തിന് തന്നെ അലങ്കാരമായി പ്രകാശിച്ചിരുന്ന, വിളങ്ങിയിരുന്ന മാന്ധാതാവ് സൂര്യവംശത്തിലുള്ള ഒരു രാജാവാണ്. കൃതയുഗത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് കൃതയുഗം ശോഭിച്ചു എന്നാണ്, യുഗത്തിന് അഴക് കൂടി എന്നാണ്. അങ്ങനെയുള്ള മാന്ധാതാവ് പോയി, ഇപ്പൊ ഇല്ല, സ്ഥലം വിട്ടു, ആശ മരിച്ചുപോയി. ശരി, നമ്മുടെ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനുണ്ടല്ലോ, സേതുര്യേന മഹാംബുധൗ വിരചിത ക്വാസൗ ദശാസ്യ അന്തകഃ. 10 തലയുള്ള രാവണന്റെ അന്തകനായി തീർന്ന ശ്രീരാമൻ എങ്ങനെയാ ലങ്കയിലെത്തിയത്? സമുദ്രത്തിൽ അണകെട്ടിയിട്ട്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? സമുദ്രത്തിൽ അണകെട്ടി കുറെ വാനര പടയോടുകൂടെ അവിടെ ചെന്ന് ഈ 10 തലയുള്ള രാവണനെ നിഗ്രഹിച്ചു. അത്ര ഗാംഭീര്യമുള്ള, അത്രയും പൗരുഷവും പ്രതാപവും ഒക്കെ ഉള്ള ആ ശ്രീരാമചന്ദ്രൻ എവിടെ? ഇന്നുണ്ടോ? ഇന്ന് പോയി കാണാൻ പറ്റുമോ? അയോധ്യക്ക് പോകാം. ഒറിജിനൽ ശ്രീരാമനെ കാണാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹവും വന്നു പോയി എന്നാണ്. പോട്ടെ, അതൊക്കെ പഴങ്കഥ. അന്യേജാപി യുധിഷ്ഠിര പ്രഭൃതയോ യാതാ ദിവം ഭൂപതേ. ഈ ആക്കി സംസാരിക്കുകയാണ്. എന്താ വിളിക്കുന്നത് ചിറ്റപ്പനെ? രാജാവേ, എന്റെ അച്ഛന്റെ സിംഹാസനം തട്ടിയെടുക്കാനാണല്ലോ എന്നെ കൊല്ലാൻ വേണ്ടി ആള് നിയോഗിച്ചത്. അപ്പോ അങ്ങ് രാജാവാണ്. ഇപ്പോ ഞാനൊന്നുമല്ല, ഞാനൊരു ചെറിയ ബാലൻ. എനിക്ക് ആ അധികാരമൊന്നും കിട്ടാൻ പോണില്ല. അതുകൊണ്ട് രാജാവേ എന്നാണ് സംബോധന ചെയ്യുന്നത്. രാജാവേ, അന്യേജാപി യുധിഷ്ഠിര പ്രഭൃതയ. പഞ്ചപാണ്ഡവന്മാർ, മഹാശക്തന്മാർ, വില്ലാളി വീരനായ അർജുനൻ, ഗദായുദ്ധത്തിൽ പ്രഗത്ഭനായ ഭീമൻ, ധർമ്മത്തിന്റെ മൂർത്തിയായ യുധിഷ്ഠിരൻ. അദ്ദേഹത്തിന്റെ ഫീൽഡ് ഏതാണെന്നോ? കുന്തമെറിയലാണ്. യുധിഷ്ഠിരൻ അതിലാണ് വിദഗ്ധൻ. അർജുനന് അസ്ത്രശസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിലാണ്. ഭീമൻ ഗദായുദ്ധത്തിലാണ്.
നകുലന് അഴകാണുള്ളത്, സുന്ദരനാണ് കാണാൻ. സഹദേവൻ അസ്ട്രോളജറാണ്, ജ്യോതിഷിയാണ്. പക്ഷെ ഇവർക്ക് ഓരോരുത്തർക്കും യുദ്ധപാഠവും ഉണ്ട്. ഇങ്ങനെയുള്ള ഗംഗേമന്മാരായ ആ പഞ്ചപാണ്ഡവന്മാർ അവരും പോയില്ലേ എന്നാണ്. എത്ര പേരായി? മാന്ധാതാവിന്റെ കാര്യം പറഞ്ഞു, ശ്രീരാമചന്ദ്രന്റെ കാര്യം പറഞ്ഞു, പഞ്ചപാണ്ഡവന്മാരുടെ കാര്യം പറഞ്ഞു. അപ്പോഴേ ചിറ്റപ്പ മുഞ്ചാന്നാണ് വിളിക്കുന്നത്, പേര് മുഞ്ചൻ എന്നാണ്. നൈകേനാപി സമം ഗതാ വസുമതി. ഈ വസുമതി ഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമി ഈ പറഞ്ഞ ആരുടെ കൂടെയും പോയിട്ടില്ല. ഭൂമി ഇപ്പോഴും ഉണ്ട്, അതിലാണ് നമ്മൾ വസിക്കുന്നത്. പക്ഷേ അങ്ങ് മരിച്ചു പോകുമ്പോ ഈ ഭൂമി അങ്ങയുടെ കൂടെ വരും ആക്കിയതാണ്. അപ്പൊ ഈ ആക്കൽ പണ്ട് മുതലേ ഉണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇവരുടെ ആരുടെയും ഒപ്പം പോകാത്ത ഭൂമി അങ്ങ് മരിച്ചു പോകുമ്പോ അങ്ങയുടെ കൂടെ വരും, തീർച്ചയായിട്ടും വരും. അതുകൊണ്ടാണല്ലോ അങ്ങ് ഇപ്പോൾ തന്നെ ആ ഭൂമിയെ പിടിച്ചടക്കാൻ നോക്കുന്നത്. പോകുമ്പോ അങ്ങ് കൊണ്ടുപോകാമല്ലോ കൂടെ. ഈ പദ്യം വായിച്ചതോടുകൂടി എന്തോ ഈശ്വരാധീനം ആ മുഞ്ചന്റെ മനസ്സിന് മാറ്റം വന്നു, പരിവർത്തനം ഉണ്ടായി. അദ്ദേഹം പശ്ചാത്തപിച്ചു. ഒരു കാര്യവും ഇല്ലാതെ എൻ്റെ ജ്യേഷ്ഠന്റെ മകനെ കൊല്ലേണ്ടി വന്നല്ലോ എന്ന്. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഈ അദ്ദേഹത്തെ കൊല്ലാൻ, ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി നിയോഗിച്ച ആൾക്കാർ എന്ന് പറഞ്ഞു, വിഷമിക്കേണ്ട, കുട്ടി ജീവനോടെ ഉണ്ട്, കൊന്നിട്ടില്ല ഞങ്ങൾ. ആ കുട്ടിയെ തിരിച്ച് രാജ്യത്തിൽ കൊണ്ടുവന്ന് അതിനെ പട്ടാഭിഷേകം നടത്തി രാജാവാക്കി എന്നാണ് കഥ. അപ്പൊ എന്തിനു പറയുന്നു? നമ്മൾ നമ്മുടേതെന്നൊക്കെ വെട്ടിപ്പിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ പലതും. ഇതൊന്നും നമ്മുടെ കൂടെ വരാൻ പോകുന്നില്ല. ഒരൊറ്റ പൊട്ടോ പൊടിയോ ഒരു മണ്ടലി പോലെ ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ പൊന്നുപോലെ സൂക്ഷിച്ച ഈ ശരീരമുണ്ടല്ലോ, അതുപോലും ചാരമായി ഭൂമിയിൽ കിടക്കും. കുഴിച്ചിട്ടാ മണ്ണിന്റെ അകത്തായിരിക്കും, ആരും അറിയുക പോലും ഇല്ല. ചത്തുപോയി കഴിഞ്ഞാൽ എന്താ വില മനുഷ്യൻ? തിലകം ചാർത്തി ചീകിയും അഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസ്സെ ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വിലപിടിയാതൊരു തലയോടായി ആത്മവിദ്യാലയമേ. കമോറ പുരുഷോത്തമന്റെ ഈ പാട്ട് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. അവിടെ ഈ ആത്മവിദ്യാലയം എന്താണ്? ആത്മജ്ഞാനം പഠിപ്പിക്കുന്ന വിദ്യാലയമാണ് ചുടുകാട്, ശ്മശാനം. അവിടെ ആത്മവിദ്യാലയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്കൂളിൽ നോക്കിയോ ഹയർ സെക്കൻഡറി സ്കൂളിൽ നോക്കിയൊന്നും പാടുന്നതല്ല. ശ്മശാനം പഠിപ്പിക്കുന്നത് പോലെ അധ്യാത്മശാസ്ത്രത്തെ പഠിപ്പിക്കുന്ന വേറെ വിദ്യാ കേന്ദ്രങ്ങളില്ല. കാരണം ഇപ്പം മലമറിച്ച് കളയും, ഒക്കെ തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് നെഞ്ചും വിരിച്ച് അഹങ്കാരത്തോടു കൂടി ഇരുന്നവൻ ശവമായിട്ട് അവിടെ വന്ന് കിടക്കുകയാണ്. അവനെ കുഴിച്ചിട്ടാലും കത്തിച്ചാലും അവന് തുല്യം. അവൻ അറിയുന്നേ ഇല്ല, അവനില്ല അവിടെ. അതേ ഉള്ളൂ. അത് ജീവനോടെ ഇരിക്കുമ്പോഴാണ് അവൻ അവൾ തുടങ്ങിയ പുല്ലിംഗം സ്ത്രീലിംഗം ഒക്കെ. ചത്തുപോയി കഴിഞ്ഞാൽ അത് തുടരുത്, അതിനെ എടുക്ക്. എന്താ ശവം? അതുകൊണ്ട് ഒന്നിലും മമത വേണ്ട, ഒന്നും എന്റേതാണ് എന്നുള്ള വിചാരം ഉള്ളിലുണ്ടാവരുത്. ഒന്നിലാമയെ നോൻപെൻറ്, ഒന്നുമില്ല അവർക്ക്, ഒന്നുമായിട്ടും അവർ ബന്ധപ്പെടുന്നില്ല മാനസികമായി. ശരീരത്തിൽ വസ്ത്രം ധരിക്കുന്നുണ്ട്, വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നുണ്ട്, മലമൂത്ര വിസർജനവും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ തൻ്റേതാണെന്നോ ഇതിനെ ആശ്രയിച്ച് തനിക്ക് സുഖിക്കാമെന്നോ അവർ കരുതുന്നില്ല. പരിപൂർണ നിസ്സംഗതയാണ് അവരുടെ ഉള്ളിൽ. അപ്പോ ഒന്നുമില്ല, ഒന്നും എന്റേതല്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഏറ്റവും വലിയ തപസ് അല്ലെങ്കിൽ നൊയമ്പ്. ഒന്നിലാമയെ നോൻപെൻറ് അടങ്ക അടങ്ങിനാരെ. ബാഹ്യ വിഷയങ്ങളിലുള്ള സംഘം അടങ്ങുമ്പോ മാത്രമേ, ഒടുങ്ങുമ്പോ മാത്രമേ മനസ്സൊടുങ്ങൂ. മനസ്സ് വിഷയങ്ങളിലേക്കാണ് പായുന്നത്, ഇന്ദ്രിയങ്ങളാകുന്ന വാതിലുകളിലൂടെ. അതെന്താ കാരണം? വിഷയങ്ങളോടുള്ള സംഘം, വിഷയങ്ങൾ പുറത്താണ്. അപ്പോ സംഘം രണ്ടു തരത്തിലുണ്ട്, ബാഹ്യ സംഘവും ആന്തര സംഘവും. പുറം വിഷയങ്ങളിലുള്ള സംഘമാണ് ബാഹ്യ സംഘം. തൻ്റെ ശരീരത്തോടോ അല്ലെങ്കിൽ തൻ്റെ തന്നെ ഉള്ളിലുള്ള മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ഇതിലൊക്കെ ഒരു അഭിമാനമോ മമതയോ ഉള്ളതാണ് ആന്തരമായ സംഘം. അപ്പൊ ആദ്യം നമ്മൾ നേടേണ്ടത് ബാഹ്യ വിഷയങ്ങളിലുള്ള സംഘമാണ്. ആ സംഘം അടങ്ങിയത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഉപശമിച്ചത് കൊണ്ട് സ്വയം മനസ്സൊടുങ്ങിയവർ. സംഘം ഒടുങ്ങാതെ മനസ്സൊടുങ്ങില്ല. മനസ്സിന് ജീവൻ കൊടുക്കുന്നത്, മനസ്സിന് പോഷണം നൽകുന്നത് വാസനകളാണ്, വിഷയങ്ങളിലുള്ള സംഘമാണ്. ആ സംഘത്യാഗം കൊണ്ടല്ലാതെ വാസനാനാശം സാധ്യമല്ല.
വാസനാനാശം സാധ്യമല്ലാതെ മനസ്സ് ഉപശമിക്കുകയില്ല. അത് സങ്കല്പ രൂപത്തിൽ, വൃത്തികളുടെ രൂപത്തിൽ ചലിച്ചുകൊണ്ടേയിരിക്കും. പലരുടെയും ബുദ്ധിമുട്ടതാണ്. മനസ്സുട അടങ്ങുന്നില്ല, മനസ്സ് ഒടുങ്ങി കിട്ടുന്നില്ല, ധ്യാനിക്കാൻ പറ്റുന്നില്ല, വല്ലാതെ അസ്വസ്ഥമാകുന്നു എൻ്റെ മനസ്സ്. എന്താ? ഉള്ളിൽ വിരക്തിയില്ല. അതാ കാരണം. ഉള്ളിൽ വൈരാഗ്യം അല്ലെങ്കിൽ വിരക്തി ഇല്ലെങ്കിൽ ഈ മനസ്സൊടുങ്ങില്ല. എന്തൊക്കെ വേലകൾ വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോളൂ. പ്രാണായാമത്തിന്റെ പല ടെക്നിക്കുകളും നിങ്ങൾ പ്രയോഗിച്ച് നോക്കിക്കോളൂ, ഈ മനസ്സടങ്ങി തരില്ല. കാരണം ഉള്ളില് വിഷയസംഘമുണ്ട്. നിസ്സംഗത ഉള്ളിൽ വരാതെ മനസ്സടങ്ങില്ല. അടങ്ങിനാരെ വിഷയങ്ങളിലുള്ള സംഘത്തെ ഉപേക്ഷിച്ച് അതിനെ തുടർന്ന് മനസ്സടങ്ങിയവർ, അവരെ നോക്കൂ, അവരെ കണ്ടു പഠിക്കൂ എന്നാണ്. അവരെ മാതൃകയാക്കൂ. വേറെ ആരും ആവരുത് നമ്മുടെ മാതൃക. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താ? ഒൻറിയില്ലാമയെ നോൻപ് എന്ന് പറഞ്ഞല്ലോ. ഒന്നുമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ബാഹ്യമായി നമ്മുടെ എന്ന് നമ്മൾ കരുതുന്നതിനെ ഉപേക്ഷിക്കുക എന്നല്ല, സംഘം ഉപേക്ഷിക്കുക. ഏതിലൊക്കെ എൻ്റെ എന്നുള്ള വിചാരമുണ്ടോ ആ വിചാരത്തെ ഉപേക്ഷിക്കുക. അതേ ഉദ്ദേശിക്കുന്നുള്ളൂ സംഘത്യാഗം എന്നതുകൊണ്ട്. ഇതും തിരുക്കുറളിലെ 344 കുറളില് പറയുന്നുണ്ട്. ഇയൽവാകും നോൻപിற்கு ഒன்று ഇന്മൈ ഉടൈമൈ മയലാകും മറ്റും പെയർത്ത്. എന്താ അർത്ഥം? തപസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത് തൻ്റേതെന്ന് കരുതുന്ന വസ്തുക്കളെ ബാഹ്യമായി ഉപേക്ഷിക്കുകയും അതിനേക്കാൾ ഉപരി അവയിലുള്ള സംഘത്തെ വിടുകയും ചെയ്യുക എന്നതാണ്. ഈ ബാഹ്യത്യാഗത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കൊരു സംശയം വരും. ഉള്ളു നിസ്സംഗമായ പോലെ പുറമേ എന്തിനാ ഉപേക്ഷിക്കുന്നത്? പക്ഷെ ചിലപ്പോ ഈ പുറമേ ഉള്ളതിന് ബാഹ്യമായി ത്യജിച്ചാൽ മാത്രമേ ഉള്ളില് അതിനുള്ള സംഘം ഇല്ലാതെയാവൂ എന്ന് വരുമ്പോ ബാഹ്യത്യാഗം അനുഷ്ഠിച്ചേ പറ്റൂ. അല്ലാതെ എന്താ മാർഗം? സംഘമാണ് ഉപേക്ഷിക്കപ്പെടേണ്ടത് എന്നുള്ളത് ശരി. വസ്തുക്കളെ പുറമെ ത്യജിച്ചത് കൊണ്ട് കാര്യമില്ല. എന്നാലും ചിലതൊക്കെ ബാഹ്യമായി ഉപേക്ഷിച്ചാലേ അതിലുള്ള സംഘത്തിനെ നമുക്ക് ഉള്ളിൽ നിന്ന് കളയാൻ പറ്റൂ. അപ്പൊ എന്താ? പുറമെ ത്യജിക്കുക. വേറെന്താ മാർഗം? മനസ്സിന് സാധിക്കുന്നില്ല. ശരിക്കുള്ള ത്യാഗം, ആ സംഘത്യാഗം മനസ്സിന് നേടാൻ കഴിയുന്നില്ല. അതുകൊണ്ടെന്താ? പുറത്തുപേക്ഷിച്ചേക്കൂ, അതിൽ നിന്ന് അകന്നു നിൽക്കൂ. അങ്ങനെ മനസ്സ് പാകപ്പെടട്ടെ, നിസ്സംഗമായി തീരട്ടെ. ആന്തരത്യാഗമാണ് വേണ്ടത്. പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതാണ്. അപ്പൊ തപസ്സിന്റെ സ്വരൂപം എന്ന് പറയുന്നത് തൻ്റേത് എന്ന് പറഞ്ഞ് ഒന്നിനെയും വെക്കരുത്, ഒന്നിലും തൻ്റേത് എന്ന ഭാവം ഉണ്ടാവരുത്. ഉടൈമൈ മയലാകും മറ്റും പെയർത്ത്. ഉടൈമൈ എന്ന് പറഞ്ഞാൽ തൻ്റേത്, താൻ അതിൻ്റെ ഉടമസ്ഥനാണ് എന്നുള്ള ഒരു വിചാരമുണ്ടല്ലോ, അത് ഒരു തരത്തിലുള്ള മയക്കമോ മോഹമോ ആണ്. അത് വാസ്തവമല്ല. അത് അജ്ഞാനത്തിന്റെ ഒരു പ്രകടനമാണ്. ആ മോഹത്തിൽ കഴിയാതെ നിസ്സംഗനായി ജീവിക്കണം. എന്തുകൊണ്ട്? ഈ മമതയെ നിലനിർത്തിയാൽ, അല്ലെങ്കിൽ മമതയ്ക്ക് അധിഷ്ഠാനമായ വസ്തുക്കളെ നമ്മോട് ചേർത്ത് നിർത്തിയാൽ അവ സംഘത്തെ വളർത്തും, സംഘത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഏതുമായിട്ട് നമ്മൾ കൂടെ ഇടപഴകുന്നു, ദിവസേന കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു, ഈ സാമീപ്യം സംഘത്തെ വർദ്ധിപ്പിക്കും. അപ്പൊ ഒരു മാർഗം എന്താ? പുറമേ തന്നെ അതിൽ നിന്ന് അകന്നു നിൽക്കുക. അപ്പോ ഈ സംഘം വളരില്ല. അതിനുള്ള സംഘം അപ്പോഴും പൂർണ്ണമായി ഇല്ലാതാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ സംഘം ഉള്ളിൽ സൂക്ഷ്മമായിട്ട് കിടക്കും. എന്നാലും നിരന്തരമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഈ സംഘം ശക്തി പ്രാപിക്കും എന്നുള്ളത് കൊണ്ട് പുറമേ തന്നെ അതിൽ നിന്നും അകൽച്ച പാലിക്കുക. അങ്ങനെ അതിലുള്ള സംഘത്തെ കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതാണ് ബാഹ്യത്യാഗത്തിന്റെ പ്രാധാന്യം. എന്തുകൊണ്ടെന്നാൽ തൻ്റേത് എന്ന് കരുതുന്നവയുമായിട്ടുള്ള നിരന്തര സമ്പർക്കം കൊണ്ട് നമ്മൾ മോഹബദ്ധരായി തീരും, മോഹത്തിന് അടിമയായി പോവും. അതുകൊണ്ട് നിസ്സംഗതയാണ് ഏതർത്ഥത്തിലും പരിശീലിക്കപ്പെടേണ്ടത്. ദുഃഖഭൂയിഷ്ടമാകയാൽ ജനനമരണ സംസാരം ഒഴിവാക്കുന്നത് തന്നെ മുക്തിയെന്ന് ജ്ഞാനികളും അജ്ഞാനികളും ഒന്നുപോലെ ഘോഷിക്കുന്നുണ്ട്. സംസാരം ദുഃഖമാണ്. കുറെ പ്രായമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഈ സത്യം തിരിച്ചറിയുന്നത്. ചെറുപ്പത്തിലൊന്നും ഇത് പറഞ്ഞാൽ തലയിൽ കയറില്ല. ഈ സംസാരം ദുഃഖമാണ്, ഇത് ദുരിതമാണ്, ഇത് വേണ്ട
എന്നൊന്നും പറഞ്ഞാൽ നമ്മുടെ കോളേജ് കുമാരന്മാരും കുമാരികളും ഒന്നും അംഗീകരിക്കില്ല. ഇവരൊക്കെ ഒരു 60-70 ആകുമ്പോൾ ഈ പറഞ്ഞത് എത്ര സത്യമാണ് എന്ന് മനസ്സിലാവും. ആ യൗവനത്തിന്റെ ആ ചോരത്തിളപ്പുണ്ടല്ലോ, അതിൽ ഈ അധ്യാത്മത്തിന്റെ കണിക പോലും അകത്ത് കയറില്ല. മോഹബദ്ധരായി കഴിയുകയാണ്. മായ അവളുടെ അധീനതയിലാക്കിയിരിക്കുന്നു ഈ യുവാക്കളെയും യുവതികളെയും. മോഹിച്ചു പോകുന്ന കൂട്ടരാണ്. അതിനാൽ ഈ വക 2 തരക്കാരെയും എങ്ങനെ തിരിച്ചറിയാനൊക്കും എങ്കിൽ ഇരുവരുടെയും ദേഹേന്ദ്രിയാദികൾ വിഷയങ്ങളെ അനുഭവിക്കുന്ന രീതിയെ പരിശോധിച്ചാൽ മതിയാകും. ബാഹ്യ വിഷയങ്ങളെ ഈ ജ്ഞാനികളും അജ്ഞാനികളും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഉള്ളിൽ നിസ്സംഗത ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണാൻ പറ്റും, ഉള്ളിൽ സംഘമുണ്ടെങ്കിൽ അതും കാണാൻ പറ്റും. അപ്പൊ ആ ബാഹ്യ ചലനങ്ങളെ വെച്ചുകൊണ്ട് ഇവര് സംഘികളാണോ നിസ്സംഗികളാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ജ്ഞാനികൾ നിരാശതയിൽ യാതൊരാശയും ഇല്ലായികയാൽ രമിക്കുന്നവരാകയാൽ നിരാശതയിൽ രമിക്കുന്നു. ഈ നിരാശ എന്നുള്ളത് മലയാളത്തിലെ നിരാശയല്ല, ഡിസപ്പോയിന്റ്മെന്റ് എന്നുള്ള അർത്ഥത്തിലല്ല. ആശയറ്റ അവസ്ഥയാണ് നിരാശ. ആഗ്രഹിച്ചത് നടക്കാതെ വരുമ്പോ നമ്മുടെ മനസ്സിന് ഒരു വിഷമം ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ മലയാളത്തിൽ നിരാശ എന്ന് പറയുന്നത്. സംസ്കൃതത്തില് അത് വളരെ പോസിറ്റീവായ ഒരു ഗുണമാണ്. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. ആശയാണ് ഏറ്റവും വലിയ ദുഃഖം, നിരാശയാണ് ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ ആശയില്ലാത്ത സ്ഥിതി. നമ്മുടെ മലയാളത്തിലെ നിരാശയല്ല. അപ്പൊ ജ്ഞാനികൾ നിരാശതയിൽ രമിക്കുന്നവരാണ്. അവർക്ക് ശരീരം ശത്രുവായും നിരപേക്ഷകത്വം വ്രതമായും ഭവിക്കുന്നു. ശരീരം അവർക്ക് ശത്രുവോ രോഗമോ പോലെയാണ്. അവർ അതിനോട് കൂട്ടുകൂടാറില്ല. അതിന്റെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നില്ല. സാമീപ്യം ആഗ്രഹിക്കാതെ പിന്നെ എങ്ങനെയാ? ശരീരം കൂടെ ഉണ്ടല്ലോ, അത് ഞാനല്ല എന്നങ്ങ് തീരുമാനിക്കുക. എനിക്കും എൻ്റെ ശരീരത്തിനും ഒരു ബന്ധവും ഇല്ലാന്നങ്ങ് തീരുമാനിച്ചാൽ മതി. അത് കൂടെ ഉണ്ടെങ്കിലും അകലത്താണത്. ഈ താതാത്മ്യമാണ് അടുപ്പവും അകൽച്ചയും ഉണ്ടാക്കുന്നത്. ചേർന്നിരിക്കുന്നു എന്നുള്ളതല്ല. ഒരാള് കുടുംബത്തിൽ ജീവിക്കവേ തന്നെ നിസ്സംഗനായി കഴിഞ്ഞാൽ കുടുംബവും കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ ആ സ്വരൂപത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഉൾത്തലത്തിൽ നിന്ന് അകലെയാണ്. അകത്ത് കയറ്റി വെക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അകത്ത് ഏതിനെയെങ്കിലും പ്രതിഷ്ഠിച്ചാൽ ആ പ്രതിഷ്ഠിക്കപ്പെട്ട വസ്തു എത്ര അകലെയായാലും അത് ദോഷം ചെയ്യും. ഇനി എത്ര അടുത്തായാലും നമ്മൾ മനസ്സിനകത്ത് അതിനെ പ്രതിഷ്ഠിക്കുന്നില്ല എങ്കിൽ അത് വളരെ അകലത്തുമായിരിക്കും. ഐഡന്റിഫിക്കേഷൻ, താദാത്മ്യം, അതാണ് അകൽച്ചയും അടുപ്പവും ഒക്കെ തീരുമാനിക്കുന്നത്. നിരപേക്ഷകത്വം വ്രതമായും ഭവിക്കുന്നു. നിരപേക്ഷകത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും വേണ്ട എന്നുള്ള യാതൊരു അപേക്ഷയുമില്ല. ഒന്നും വേണമെന്ന് ആഗ്രഹമില്ല മനസ്സിൽ. എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ട എന്ന് ആത്മാർത്ഥമായി പറയാൻ പറ്റും. അപ്പോ വിരക്തനായി എന്ന് പറയും. ആത്മാർത്ഥമായിട്ട് പറയണം. ആൾക്കാരുടെ കയ്യടി വാങ്ങിക്കാനോ അഭിനന്ദനം നേടാനോ ഒന്നും പറയരുത്. അങ്ങേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നും വേണ്ട. അല്ല, എന്ത് വേണമെങ്കിലും തരാം. യാതൊന്നും വേണ്ട, യാതൊന്നും വേണ്ട. ആ പാകത അങ്ങോട്ട് മൂത്ത് വന്നു കഴിഞ്ഞാലേ മോക്ഷം പോലും വേണ്ടെന്ന് തോന്നിപ്പോകും. നമ്മളൊക്കെ മോക്ഷത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ മുമ്പോട്ട് പോകുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ എനിക്ക് മോക്ഷവും വേണം എന്നുള്ള നിർബന്ധമില്ല. അപ്പൊ മുക്തനായി എന്നത്. അപ്പൊ നിങ്ങൾ ശരിക്കും മോക്ഷം നേടിക്കഴിഞ്ഞത് കൊണ്ടാണ് മോക്ഷം പോലും വേണ്ടാന്ന് തോന്നുന്നത്. വയറ് നിറഞ്ഞവന് കുറച്ചുകൂടെ ചോറിട്ടേ എന്ന് ചോദിച്ചാൽ അയാളത് അയ്യോ വേണ്ട 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 എന്ന് പറയുന്നത് തന്നെ അയാളുടെ വയറ് നിറഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ്. ഇതുപോലെ മോക്ഷത്തിലുള്ള ആഗ്രഹം പോലും മുമുക്ഷുത്വം പോലും മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമായാൽ മുക്തിയായി, മുക്തനായി എന്നുറപ്പിക്കാം. പ്രഹ്ലാദൻ അതാണ് ചോദിച്ചത്. അപുനർഭവം വാ, ജനിക്കാതിരിക്കണം എന്നാണ് പലരുടെയും പ്രാർത്ഥന. എനിക്ക് ആ ആഗ്രഹവും ഇല്ല. ജനിക്കണോ? ഭഗവാന്റെ ഇച്ഛ അതാണെങ്കിൽ ഞാൻ അതിനും വഴങ്ങി കൊടുക്കാമെന്ന്. അതിനും വഴങ്ങി കൊടുക്കും. എനിക്ക് എൻ്റെതായിട്ടുള്ള നിർബന്ധങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. ഈശ്വരേച്ഛ, പ്രകൃതി എങ്ങനെ തീരുമാനിച്ചിരിക്കുന്നോ അതുപോലെ നടക്കട്ടെ. ഞാൻ എന്തിനാണ് ഇനി ജനിക്കുകയില്ല എന്നോ ഇല്ലെങ്കിൽ ഇനിയും ജനിക്കും എന്നോ ചിന്തിക്കുന്നത്? സ്വതന്ത്രനായി ചുറ്റി നടക്കുക ഈ ലോകത്ത്. ഇതാണ് മനസ്സിന്റെ തലത്തിലുള്ള സ്വാതന്ത്ര്യം. ഒന്നും വേണമെന്നുമില്ല, വേണ്ടാന്നുമില്ല. രണ്ടിലും പിടിവാശി പാടില്ല. ഒന്ന് വേണ്ടാന്ന് വെക്കുന്നത് നല്ലതാണ്, ത്യാഗം നല്ലതാണ്, അത് മോശമാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ വേണ്ട എന്നുള്ള കാര്യത്തിൽ പോലും ഒരു നിർബന്ധ ബുദ്ധി വന്നാൽ അത് ദുഃഖത്തിന് കാരണമായി തീരും. കാരണം നമ്മൾ വേണ്ടാന്ന് പറയുന്ന ഒന്ന് ഈ ലോകം നമ്മളിൽ അടിച്ചേൽപ്പിക്കും. അപ്പൊ നിങ്ങൾ ദുഃഖിക്കും.
അതാണ് ദോഷം. നിസ്സംഗത, ത്യാഗമൊക്കെ നല്ലത് തന്നെ. അവിടെ പോലും നിസ്സംഗതയിൽ പോലും സംഘം ഉണ്ടാവരുത്. അതെന്താണ് നിസ്സംഗതയിൽ സംഘം ഉണ്ടാവുക? ഞാൻ നിസ്സംഗനായിട്ടേ കഴിയൂ, എനിക്കൊന്നും വേണ്ട. ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാരബ്ധത്തില് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തോന്നുന്നു നമ്മുടെ തോളത്ത് കയറി. ഞാൻ എല്ലാറ്റിനെയും ഉപേക്ഷിച്ചവനാണല്ലോ, സർവസംഘ പരിത്യാഗിയാണല്ലോ, ഇതൊക്കെ എന്തിന് എന്റെ അടുത്ത് വരുന്നു? ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ. അതെ, നിങ്ങൾ ആഗ്രഹിക്കാതെ നിങ്ങളുടെ അടുത്ത് വരുന്നതിനെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മനസ്സിന് ഒരു ചാഞ്ചല്യം, ഒരു വിഷമം, മനസ്സിലൊരു അസ്വസ്ഥത, ഒരു കുണ്ഠിതം തോന്നും. അതുണ്ടാവരുത്. എപ്പോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒന്നിലും നിർബന്ധ ബുദ്ധി പാടില്ല. ബാലകൃഷ്ണൻ സാറിന്റെ വാക്യമാണ്, ഒന്നിലും ഒരു നിർബന്ധ ബുദ്ധിയും പാടില്ല. വേണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധം വേണ്ട, വേണ്ട എന്നുള്ള കാര്യത്തിൽ നിർബന്ധം വേണ്ട. പരമാവധി വേണ്ട എന്ന് വെച്ചോളൂ. പ്രപഞ്ചം എന്തെങ്കിലും ഒന്നിനെ നമ്മിലേക്ക് അടിച്ചേൽപ്പിച്ചാൽ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ മനസ്സ് ചലിച്ചു പോരുത്. ഏകാദശി ഉപവാസം നല്ലതാണ്. അന്നായിരിക്കും ഒരാള് നിർബന്ധിച്ച് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന് ഇത് നിങ്ങൾ കഴിച്ചേ പറ്റൂ. ഇല്ല സുഹൃത്തെ, ഞാനിന്ന് വ്രതത്തിലാണ്, ഒന്നും കഴിക്കില്ല, പറ്റില്ല, ഇന്ന് ഒരു ദിവസത്തേക്ക് ഈ ഏകാദശി എനിക്ക് വേണ്ടി അന്ന് മാറ്റിവെക്കണം, ഇതിന്റെ പാപം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാൽ കഴിക്കുക. അല്ലാതെന്താ? നമുക്കത് തിന്നണമെന്ന് ആഗ്രഹമില്ല. അവന്റെ നിർബന്ധം, മറ്റൊരാളുടെ നിർബന്ധവും എന്റെ നിർബന്ധവും തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെട്ടാൽ ജയിക്കേണ്ടത് മറ്റേയാളെന്റെ നിർബന്ധമായിരിക്കണം, എന്റെ നിർബന്ധമാവരുത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടുപേർക്ക് നിർബന്ധം. അയാൾ തീറ്റിച്ചേ വിടൂ എന്നാണ് പറയുന്നത്, നമ്മൾ തിന്നില്ല എന്ന് വ്രതം അനുഷ്ഠിച്ചിരിക്കുകയാണ്. ഈ രണ്ട് നിർബന്ധങ്ങൾ തമ്മിൽ ശണ്ട കൂടുമ്പോ ഏതിന് മുൻതൂക്കം നൽകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിർബന്ധത്തിനല്ല, ഈ വന്നിരിക്കുന്നവന്റെ നിർബന്ധത്തിനാണ്. അതാണ് പാകതയുടെ ലക്ഷണം. അവിടെ അവന്റെ നിർബന്ധം എന്തിന് ഞാൻ അനുവദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമായി. എന്റെ നിർബന്ധത്തെ ഞാൻ മാറ്റിവെച്ചിട്ട് അവന്റെ നിർബന്ധത്തെ ഞാൻ എന്തിന് വകവെച്ചു കൊടുക്കണം എന്ന് ചിന്തിച്ചാൽ അത് അഹങ്കാരത്തിന്റെ പ്രകടനമാണ്. അപ്പൊ എങ്ങനെ ആത്മാവിന്റെ അടുത്ത് എത്താൻ പറ്റും അഹങ്കാരത്തെ വെച്ചുകൊണ്ടിരിക്കുന്നവന്? അതുകൊണ്ടാണ് പറഞ്ഞത്, കാറ്റുപോലെ ജീവിക്കൂ, പുഴ പോലെ ഒഴുകൂ, കർമ്മം നടക്കട്ടെ. നമ്മൾ അതിനകത്ത് കർമ്മ നദിയിൽ വീണ് കിടക്കുന്നവരാണ്. അത് എവിടെ നമ്മളെ ഒഴുക്കിക്കൊണ്ടു പോകുന്നോ അവിടേക്ക് പോവുക. ഒരു പൊങ്ങുതടി പോലെ അങ്ങനെ കിടന്നു കൊടുക്കുക. അതേ ഉള്ളൂ സുഖമായി ജീവിക്കാനുള്ള മാർഗം. ഒന്നിലും ആശയും വേണ്ട, നിരാശയും വേണ്ട. പക്ഷെ ഉള്ളിൽ എപ്പോഴും ആശയറ്റ് സ്ഥിതി ചെയ്യട്ടെ എന്നാണ്. അതാണ് നിരപേക്ഷത്വം വ്രതമായി ഭവിക്കുന്നു. ജീവബോധം നിശേഷം അടങ്ങി മാഞ്ഞു പോകയാൽ അവർക്ക് ജീവിതത്തിൽ അഹന്തയോ മമതയോ തരിമ്പ് പോലും കാണുകയില്ല. അതിൻ്റെ കണിക പോലുമില്ല. ഞാൻ എൻ്റെ ഈ രണ്ട് വിചാരങ്ങളും ഉള്ളിലില്ല. എൻ്റെ എന്നുള്ള വിചാരമില്ലെങ്കിൽ എൻ്റെ നിർബന്ധത്തിന് ഞാൻ എങ്ങനെ മുൻതൂക്കം കൽപ്പിക്കും? അവൻ്റെ നിർബന്ധം നടക്കട്ടെ. പ്രകൃതിയാണല്ലോ അവനെ കൊണ്ട് ചെയ്യിക്കുന്നത്, അത് നടക്കട്ടെ എന്നാണ്. എൻ്റെ അഹങ്കാരത്തിനെ ഞാൻ പിന്തള്ളും, അതിന് പ്രാധാന്യം കൽപ്പിക്കില്ല. അജ്ഞാനികൾക്കാകട്ടെ അവസ്ഥ തികച്ചും വിപരീതമാണ്. ഇങ്ങനെ ഇവരിൽ ഭേദം പ്രത്യക്ഷമാണ്. ജ്ഞാനികളെയും അജ്ഞാനികളെയും തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് പറഞ്ഞത്. അവനവന്റെ ജ്ഞാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരീക്ഷിക്കാനും ഈ പരീക്ഷണം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ 6 അധികാരം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി 7ാമത്തെ അധികാരം. അധികാരം എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ, അധ്യായം എന്നുള്ള അർത്ഥത്തിലാണ്. ആർക്കും വേണ്ടാത്തതും എന്നാൽ നമുക്ക് ജീവിത ധന്യത അണയ്ക്കുന്നതുമായ ഒന്നാണ് സന്യാസം. തുറവ് എന്നാണ് ആ സർഗത്തിന്റെ പേര്, അല്ലെങ്കിൽ അധ്യായത്തിന്റെ പേര്. തുറവ്. തുറക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, ത്യജിക്കുക, വിടുക. കഴിഞ്ഞ അധികാരത്തിന്റെ അവസാനത്തെ പദ്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു സൂചനയുണ്ട്. ഒന്നിലാമയെ നോൻപെன்றടങ്ക അടങ്ങിനാരെ എന്ന് പറഞ്ഞല്ലോ. ഒന്നും തൻ്റെതാണ് എന്നുള്ള വിചാരമില്ലാതെ ബാഹ്യസംഘത്തിലൂടെ മനസ്സിനെ ഉപശമിപ്പിച്ചവരാണ് ജ്ഞാനികൾ എന്ന് പറഞ്ഞല്ലോ. ഈ ഒന്നും തൻ്റെ അല്ല എന്നുള്ള വിചാരമാണ് സന്യാസം. അപ്പൊ അതിന് ബാഹ്യമായി വസ്തുക്കളെ ഉപേക്ഷിക്കണം എന്നൊന്നും അർത്ഥമില്ല. പക്ഷെ ചില ഘട്ടത്തിൽ ആ ബാഹ്യത്യാഗം അനിവാര്യമായി തീരും. അപ്പൊ അതിനെ വിടേണ്ടി വരും. എന്നാലേ അതിലുള്ള സംഘം പോവും. നോക്കാം, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഈ സന്യാസം എത്ര കണ്ട് നമുക്ക് ഇഷ്ടമാകുന്നു എന്ന് നോക്കാം. ആർക്കും ഇഷ്ടമില്ലാത്തതാണ് ഈ സന്യാസം, ത്യാഗം. വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്നാ പറയുന്നത്.
നിങ്ങൾ ഭക്തിയെക്കുറിച്ച് പറയും, ഭഗവാനെ കുറിച്ച് പറയും, ജീവിത മൂല്യങ്ങളെ കുറിച്ച് പറയും. സന്യാസം, നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരല്ലേ, നമുക്കെന്തിന് സന്യാസം? ഇങ്ങനെ ചിന്തിക്കുന്ന കൂട്ടരാണ് ബഹുഭൂരിപക്ഷവും. തെറ്റാണ്. സന്യസിക്കാതെ ഇവിടെ നമുക്ക് നിലനിൽക്കാനേ കഴിയില്ല. ത്യജിക്കാതെ നിലനിൽപ്പ് സാധ്യമല്ല. മൂക്കിലൂടെ നമ്മൾ വായു ഉള്ളിലേക്ക് കയറ്റുന്നുണ്ടല്ലോ, അകത്ത് കയറ്റിയിട്ട് പുറത്ത് വിടില്ല എന്ന് പറഞ്ഞ ഒരു നിർബന്ധം പിടിച്ചു നോക്കൂ, ശ്വാസം മുട്ടി ചത്തുപോകും. വായുവിനെ ഉള്ളിലേക്ക് കയറ്റിയാൽ മൂക്കിലൂടെ അത് പുറത്തേക്ക് ത്യജിക്കപ്പെടണം, അല്ലെങ്കിൽ മരിച്ചു പോവാണ്. ത്യാഗം അവിടെ നിന്ന് തുടങ്ങും. ആഹാരം കഴിക്കുന്നു, വയറ്റിലേക്കാണ് പോകുന്നത്. മലവിസർജനം എന്ന് പറയുന്നത് ത്യാഗമാണ്. മലത്യാഗം എന്ന് തന്നെയാണ് സംസ്കൃതത്തിൽ പറയുന്നത്. മലത്യാഗം എന്താ? അകത്തു പോയത് പരിശുദ്ധമായതൊന്നുമല്ല. ശരീരപോഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ശരീരം എടുത്തിട്ട് ചണ്ടിയാണ് പുറത്ത് കളയുന്നത്. അത് കളയാതിരുന്നാൽ അതിന്റെ ബുദ്ധിമുട്ട് അപ്പം മനസ്സിലാവും. എന്താ? കോൺസ്റ്റിപ്പേഷൻ, വിശപ്പില്ല, എപ്പോഴും ഒരു വയറ് നിറഞ്ഞതുപോലെ ഒരു ഫീലിംഗ്. അപ്പൊ നോക്കിക്കോളൂ, ഇതൊക്കെ ചാക്രിയമാണ്. അകത്തേക്ക് പോയത് പുറത്തു വരണം, സ്വീകരിക്കപ്പെട്ടത് ത്യജിക്കപ്പെടുകയും വേണം. അപ്പൊ ഈ സന്യാസം നമുക്ക് ഒരു തലത്തിലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ആ സന്യാസത്തിന്റെ മഹത്വത്തെ എത്രത്തോളം പറഞ്ഞു ഫലിപ്പിക്കുന്നു. നമ്മളിൽ എത്ര പേർ ഇത് കേട്ടിട്ട് സന്യാസികളാവുന്നുണ്ടെന്നൊന്ന് കാണണം. എനിക്ക് എത്ര പേര് സന്യാസം, കായ്വസ്ത്രം കൊടുക്കണമെന്ന് നിർബന്ധമില്ല, വീട് വിട്ട് പോകണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കൂ, പക്ഷെ ആന്തരമായി സന്യാസിമാരാവണം. സന്യാസിയോ സന്യാസിനിയോ ആവണം. നോക്കൂ എന്താണ് പറയുന്നത്. സന്യാസം അകം പുറം എന്ന രണ്ട് തരത്തിലാണ്. അത് നമ്മൾ പറഞ്ഞു. ബാഹ്യത്യാഗവും ആന്തരത്യാഗവും. അന്ധകരണത്തിലുള്ള ആശകളെ ഒഴിവാക്കുന്നത് അകം സന്യാസവും. ആഗ്രഹങ്ങളെ തന്നെ ഉപേക്ഷിക്കുക, വാസനകളെ പരിത്യജിക്കുക, അതാണ് ഉള്ളിൽ നാം നേടുന്ന സന്യാസം. ദേഹസംബന്ധമായി പുറത്തുള്ള ബന്ധവിഷയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് പുറം സന്യാസവുമാണ്. ബാഹ്യ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്നുവോ, മോഹിപ്പിക്കുന്നുവോ, ഏതിലൊക്കെ നമ്മുടെ മനസ്സ് സംഘബദ്ധമാകുന്നോ അതിൽ നിന്നൊക്കെ ബോധപൂർവം നാം ഒഴിഞ്ഞു നിൽക്കുക, അതാണ് ബാഹ്യ സന്യാസം. ഇനി ആന്തര സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ആ പുറത്തുള്ള ഒന്നും എനിക്ക് വേണമെന്നുള്ള ആഗ്രഹം പോലും ഇല്ലാതെ ഇരിക്കുക, അതാണ് അകത്തുള്ള സന്യാസം. മുണ്ടനം, രുദ്രാക്ഷധാരണം, കാവ്യവസ്ത്രം ധരിക്കൽ ഇത്യാദി വേഷവിധാനങ്ങളും പുറം സന്യാസത്തിന് അല്പമായിട്ടെങ്കിലും സഹായങ്ങൾ തന്നെ. ഏതൊക്കെ? തലമുട്ടയടിക്കുക, രുദ്രാക്ഷം ധരിക്കുക, കാവ്യവസ്ത്രം ധരിക്കുക. വിരക്തി എന്ന അകം സന്യാസം എത്ര ശ്രേഷ്ഠമായി ഉണ്ടായിരുന്നാലും പുറപ്പറ്റ് നീക്കലായ ബാഹ്യ സന്യാസം ഇല്ലാതിരുന്നാൽ ആ ബന്ധം ജ്ഞാനത്തെ ഉലച്ച് മയക്കത്തിൽ വിടും എന്ന കാരണത്താൽ ബാഹ്യ സന്യാസവും ഒരു മോക്ഷവിന് അത്യാവശ്യം തന്നെ എന്ന് ഈ അധികാരത്തിൽ ഊന്നിപ്പറയുകയാണ്. എന്തിനാ എല്ലാ ഈ ലോകത്തിൽ നിന്നല്ല, ഈ നഗര ജീവിതത്തിൽ നിന്നും ഈ ആഡംബരങ്ങളിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരുന്നുകൊണ്ടേ നേടാൻ പറ്റില്ലേ? പറ്റും. പക്ഷെ അങ്ങനെ നേടുന്ന ജ്ഞാനം ഏത് സമയത്ത് വേണമെങ്കിലും പൊടിഞ്ഞു പോകാം. അതുകൊണ്ട് ആന്തര സന്യാസത്തിന്റെ ഒരു മുന്നോടി എന്നുള്ള നിലയിൽ ബാഹ്യ സന്യാസത്തെ അനുഷ്ഠിക്കേണ്ടതാണ്, സ്വീകരിക്കേണ്ടതാണ്. അപ്പൊ പുറത്ത് ഉപേക്ഷിക്കുന്നത് കൊണ്ട് അത് ഉൾ സന്യാസത്തിന് സഹായകമാണ്. അതിന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു തൈച്ചെടി വളർത്തിക്കൊണ്ടുവരുമ്പോ അതിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്നത് പോലെയാണ് ഈ ബാഹ്യ സന്യാസം. വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, നമ്മുടെ മനസ്സിനെ മോഹിപ്പിക്കുന്ന പദാർത്ഥങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അതിനാണ് ഏതെങ്കിലും കാട്ടിലോ മലയിലോ ഗുഹയിലോ ഒക്കെ ചെന്നിരിക്കുന്നത്. അവിടെ ഇരുന്നാൽ മാത്രം ജ്ഞാനം കിട്ടുമോന്ന് ചോദിച്ചാൽ ഇല്ല. മനസ്സിന് ആ വിരക്തി വളർത്തിയെടുക്കാൻ ബാഹ്യ സന്യാസം സഹായിക്കും. ബാഹ്യ സന്യാസത്തിലൂടെ ആന്തര സന്യാസം നേടി ജ്ഞാനനിഷ്ഠ കൈവരിച്ചിട്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങാം. പിന്നെ പേടിയില്ല. ഒരു തൈച്ചെടി വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിന് ചുറ്റും കമ്പി വേലി കെട്ടുന്നു. എന്തിനാ? കന്നുകാലികളോ മറ്റോ വന്നിട്ട് തിന്നിട്ട് പോകാതിരിക്കാൻ. അതിന് പിന്നെ വളരാൻ പറ്റില്ല. ഇതേ വൃക്ഷത്തൈ വളർന്ന് മഹാവൃക്ഷമായാൽ അതിൻ്റെ ചുവട്ടിൽ ഒന്നല്ല 10 പശുക്കളെയോ ആടുകളെയോ ഒക്കെ കെട്ടിയിടണം. കാരണം ആ കന്നുകാലികൾ ഈ വൃക്ഷത്തെ ഭക്ഷിച്ച് ഇല്ലാതാക്കുകയില്ല, ഉറപ്പുണ്ട്. അതുപോലെ ആ പാകത നേടുന്നത് വരെ ബാഹ്യ സന്യാസത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് അതിനെ വില കുറച്ച് കാണരുത്. അന്തിമമായി നമുക്ക് നേടേണ്ടത്
ആന്തര സന്യാസമാണ്. ആ ആശകൾ തന്നെ അറ്റുപോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. തേടപ്പെടും പൊരുളை ശിക്കനവാക പുതൈത്ത് കോടിക്കൊരു നിമിடம் കൊള്ളുകിനും കൂടാതെ വാണാളை വീൺകഴിക്കും മാനിടരെ പോൽ മയക്കം പൂണാർ പൊയ് കണ്ട് തുറപ്പോർ. തുറക്കുന്നവർ, ത്യജിക്കുന്നവർ, ത്യാഗികൾ, സന്യാസിമാർ, അവർ ജീവിതത്തെ വ്യർത്ഥമാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ സന്യാസികളാകാത്തവർ ജീവിതത്തെ വ്യർത്ഥമാക്കുന്നു എന്ന് പറയാതെ പറയുകയല്ലേ. സംഘത്തോടു കൂടി കഴിയുന്നവർ, ഉള്ളിൽ സന്യാസഭാവം വളർത്തിയെടുക്കാത്തവർ ജീവിതത്തെ പാഴാക്കി കളയുന്നു. വ്യർത്ഥം, നിഷ്ഫലം. എന്താ? തേടപ്പെടും പൊരുളை. പൊരുൾ എന്ന് പറഞ്ഞാൽ ധനം എന്നർത്ഥം. വസ്തു എന്നും അർത്ഥമുണ്ട്, ധനം, അർത്ഥം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ. മനുഷ്യനായി ജനിച്ച ഒരാൾ ഈ നാലും നേടണം എന്നാണ്. കാരണം ഇത് നാലും ഒരു സാധാരണ മനുഷ്യന് ആവശ്യമാണ്. എന്താണ്? ധർമ്മം, ധാർമ്മികമായ രീതിയിൽ ജീവിക്കുക, ധർമ്മത്തെ മുറുകെ പിടിക്കുക. അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് അർത്ഥത്തെ ഉണ്ടാക്കുക. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം, സമ്പത്ത്, കാശുണ്ടാക്കുക. അർത്ഥത്തെ വെച്ചുകൊണ്ട് ആഗ്രഹപൂരണം സാധിക്കുക, അതാണ് കാമം. ഇങ്ങനെ കുറെയൊക്കെ ഈ വിഷയസുഖങ്ങളെ അനുഭവിച്ച് അവസാനം എല്ലാറ്റിനെയും വിട്ട് മോക്ഷത്തിലേക്ക് പോകുക. ആ മോക്ഷത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ് സന്യാസം. ത്യാഗം കൊണ്ടാണ് അമൃതത്വം നേടപ്പെടുന്നത് എന്നാണ് ഉപനിഷത്തിന്റെ പ്രഖ്യാപനം. തേടപ്പെടും പൊരുളை. മനുഷ്യർ ധനസമ്പാദനത്തിന് വേണ്ടിയാണ് ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം ചെലവഴിക്കുന്നത്. സംശയമുണ്ടോ നിങ്ങൾക്ക്? റിട്ടയർമെന്റ് ഏജ് വരെ നമ്മൾ സർവീസിൽ കടിച്ചു തൂങ്ങി കിടക്കാറില്ലേ? എന്തിനാ? സർക്കാരിനെ സേവിക്കാനാ. ശമ്പളം കുറയാതെ കിട്ടും, വർഷം തോറും ഇൻക്രിമെന്റ് കിട്ടും, ഒരു പേ കമ്മീഷൻ കൂടെ വരും, അതിന്റെ ബെനിഫിറ്റും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകാം. ഇതൊക്കെയാണ് ഉദ്ദേശം. അപ്പൊ സമ്പത്ത് ആർജിക്കുക, പണം സമ്പാദിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ, സാധാരണക്കാരന്റെ ജീവിത ലക്ഷ്യം. കാരണം അതുകൊണ്ട് അയാൾക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. സന്തതി പരമ്പരകൾക്ക് വരെ സമ്പാദിച്ച് വെച്ചിട്ട് ഇവിടുന്ന് സ്ഥലം വിടുന്ന കൂട്ടരാണ്. ഞാൻ പോയാലേ എൻ്റെ മക്കൾ കഷ്ടപ്പെടരുത്, അവർക്ക് തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരാണ്. എല്ലാം മമതയാണ്. അപ്പൊ ശേഖരിച്ചു വെച്ച ധനത്തെ തേടപ്പെടും പൊരുളை നമ്മൾ അന്വേഷിച്ച് പണം എങ്ങനെ ഉണ്ടാക്കാം, ഏതൊക്കെ രീതിയിൽ പണം സമ്പാദിക്കാം, എത്ര കുറഞ്ഞ കാലത്തില് നമുക്ക് ധാരാളം പണം ഉണ്ടാക്കാം എന്നൊക്കെ വളരെ കാൽക്കുലേഷനൊക്കെ നടത്തിയാണ് നമ്മൾ ഈ ധനത്തെ സമ്പാദിക്കുന്നത്. ആ സ്വത്തിനെ അല്ലെങ്കിൽ ധനത്തെ ശിക്കനവാഹ പുതൈത്ത്. തമിഴില് ശിക്കനം എന്ന് പറഞ്ഞാൽ പിശുക്ക് എന്നാണ് അർത്ഥം. അധികം ചെലവാക്കാതെ ആവശ്യത്തിന് മാത്രം ചെലവാക്കിക്കൊണ്ട്, അതുമല്ലെങ്കിൽ ആവശ്യത്തെക്കാൾ കുറച്ച് ചെലവാക്കിക്കൊണ്ട് ലോഭിയായി മാക്സിമം സേവ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവർ അവരെന്ത് ചെയ്യുന്നു? ശിക്കനവ് ആക. ശിക്കനം എന്നുള്ളതിന് ഇവിടെ ശിക്കനവ്, പിശുക്കി ചെലവാക്കാതെ, പുതൈത്ത് ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച്. നിങ്ങൾ ആരുടെങ്കിലും ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് എത്ര രൂപയുടെ ആസ്തി ഉണ്ടെന്ന്. കൃത്യമായ ഉത്തരം ഈ ഞാൻ ഉൾപ്പെടെ ആരും തരില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ആണുങ്ങളോട് ശമ്പളവും ചോദിക്കരുത്, പെണ്ണുങ്ങളോട് വയസ്സും ചോദിക്കരുത്. കൃത്യമായ ഉത്തരം കിട്ടില്ല, പറയില്ല. സ്വന്തം ഭാര്യയോട് പോലും പല ഭർത്താക്കന്മാരും യഥാർത്ഥ ശമ്പളം പറയില്ല. പിന്നെ ഷർട്ടും പാൻറ്റും ഒക്കെ നനയ്ക്കാനിരിക്കുമ്പോൾ ആയിരിക്കും അതിൻ്റെ അകത്തുനിന്ന് പേ സ്ലിപ്പ് കിട്ടുന്നു. അത് നോക്കി മനസ്സിലാക്കിക്കോളൂ, എത്ര റിക്കവറി, ഗ്രോസ് സാലറി എത്ര പിടിത്തം, അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ട്. സമയം വരുമ്പോൾ ഇതൊരു ആയുധമായിട്ട് എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യും. അപ്പൊ ഇത് രണ്ടിനും ശരിക്കുള്ള ഉത്തരം കിട്ടില്ല. അതാണ് പുതൈത്ത്. ഒളിപ്പിച്ചു വെച്ച് ആരും കാണാതെ, ചോദിച്ചാൽ കൃത്യമായ വിവരം നൽകാതെ, അല്ലെങ്കിൽ ഇൻകം ടാക്സുകാരൻ വന്ന് കഴുത്തിന് പിടിക്കണം. ആ തെളിവുകളോടുകൂടി റെയ്ഡോ ഒക്കെ നടത്തിയിട്ട് അയാളുടെ ശരിക്കുള്ള ആസ്തി കണ്ടുപിടിച്ചാലേ അത് പുറത്തു വരും. ശിക്കനവാഹ പുതൈത്ത് കോടിക്കൊരു നിമിடம் കൊള്ളുകിനും. കോടിക്ക് ഒരു നിമിடம் കൊള്ളുകിനും. കൊള്ളുകിനും എന്ന് പറഞ്ഞാൽ നേടാൻ ശ്രമിച്ചാലും, എന്ത് നേടാൻ ശ്രമിച്ചാലും ജീവിതത്തില് ഒരു മിനിറ്റ് കൂടുതൽ ജീവിക്കാൻ വേണ്ടി നമ്മളൊരു റിക്വസ്റ്റ് ഇട്ടാൽ ഈ യമധർമ്മൻ അത് അനുവദിക്കുമോ? ഒരു മിനിറ്റ് അല്ല, ഒരു സെക്കൻഡ് കൂടുതൽ അദ്ദേഹം തരില്ല. ഒരു സെക്കൻഡിന് മുമ്പ് എടുത്തോണ്ട് പോവുകയില്ല ജീവന്. ആള് കണിശക്കാരനാണെന്ന്, ഒരു വിട്ടുവീഴ്ചയുമില്ല, ധർമ്മരാജൻ എന്നാണ്.
കാരണം ജീവികളുടെ ആയുസ് തീർന്നു കഴിഞ്ഞാൽ അപ്പോ ആ തീരുന്ന സമയത്ത് അത് എടുത്തോണ്ട് പോകണം. ഇയാൾ എന്നെ പൂജിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇയാളുടെ ജീവൻ നേരത്തെ എടുക്കും, യമധർമ്മന് പറയാൻ പറ്റില്ല. ഇനി ഒരാളുടെ ജീവിതം മുഴുവൻ യമധർമ്മനെ പൂജിച്ചു, അപ്പോഴും കൃത്യസമയത്ത് ഒന്ന് കൊണ്ടുപോകും. അവിടെ വേറെ പരിഗണനകളൊന്നുമില്ല. കൃത്യസമയമായ ജീവൻ എടുത്തിരിക്കും. നമ്മുടെ ആയുസ് തീർന്നതിന് ശേഷം ഒരു മിനിറ്റ് എക്സ്റ്റൻഷൻ, ഒരു മിനിറ്റ് എനിക്ക് കൂടുതൽ തരുമോ, ഒരു മിനിറ്റ് കൂടെ എനിക്ക് ഈ ഭൂമുഖത്ത് ഈ ശരീരത്തിൽ കഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, ദയവായി അങ്ങ് വിചാരിച്ച ഇപ്പൊ എന്താ ഒരു മിനിറ്റ് എന്താ വലിയ സമയമാണോ, ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങയുടെ കൂടെ വന്നോളാം എന്ന് പറഞ്ഞാൽ ആശാൻ കേൾക്കില്ല. എന്താ, കോടിക്ക് ഒരു നിമിഷം ഈ എക്സ്ട്രാ എന്റെ ആയുസ് ഒരു നിമിഷം നീട്ടിത്തന്നാൽ ഞാൻ 1 കോടി സ്വർണ്ണ നാണയം അങ്ങേക്ക് നൽകാം എന്ന് പറഞ്ഞാലും കേൾക്കില്ല. എന്ന് പറഞ്ഞാലും അദ്ദേഹത്തെ നമുക്ക് പ്രലോഭിപ്പിക്കാൻ പറ്റില്ല. കൈക്കൂലി യമന്റെ അടുത്ത് ചെലവാവില്ല. അമ്പലത്തിലെ ദൈവങ്ങൾക്ക് വരെ നമുക്ക് കൈക്കൂലി കൊടുക്കും. അതാണല്ലോ ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടിടുന്നത്. പക്ഷേ യമധർമ്മന്റെ അടുത്ത് മാത്രം ഈ കൈക്കൂലി എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിന് അതിൽ താല്പര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ജോലി പോകും. എല്ലായിടത്തും ഇങ്ങനെയാണ്, കൈക്കൂലി വാങ്ങിച്ചാൽ ജോലി പോകും. അതൊരു വലിയ പോസ്റ്റാണെന്നാണ് യമധർമ്മന്റെ ആ പദവി ഉണ്ടല്ലോ. കാരണം ധർമ്മത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം. യാതൊരു അധർമ്മ പ്രവൃത്തിയും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തെ ആ പോസ്റ്റിൽ നിയമിച്ചു വെച്ചിരിക്കുന്നത്. ജഗദീശ്വരൻ ആള് നല്ല അടുക്കും ചിട്ടയുള്ള ആളാണ്, കണിശക്കാരനാണ്, കൈക്കൂലി വാങ്ങില്ല. അതാണ് ഇവിടെ പറയുന്നത്. കോടിക്ക് ഒരു നിമിഷം, ഒരു എക്സ്ട്രാ നിമിഷത്തിന് വേണ്ടി 1 കോടി സ്വർണ്ണ നാണയങ്ങൾ തരാം എന്ന് പറഞ്ഞാലും ആശാൻ അതനുസരിക്കില്ല. കൃത്യസമയമാകുമ്പോൾ ജീവൻ എടുത്തിരിക്കുന്നതാണ്. കൂടാതെ വാണാളെ ഒരു മിനിറ്റ് പോലും കൂടില്ല, ആയുസ്സില് കൂട്ടിത്തരില്ല അദ്ദേഹം. അങ്ങനെയുള്ള വാണാളെ, വാഴ്നാളെ, ജീവിത ദിനം അല്ലെങ്കിൽ ജീവിക്കുന്ന അത്രയും കാലഘട്ടം, ജീവിത ദൈർഘ്യം. യമന് 1 കോടി സ്വർണ്ണ നാണയം കൊടുക്കാമെന്ന് പറഞ്ഞാലും 1 മിനിറ്റ് അദ്ദേഹം കൂട്ടിത്തരില്ല. അപ്പോ ആ ജീവിതം എത്ര അമൂല്യമാണ്. കാരണം 1 കോടി സ്വർണ്ണ നാണയം വാങ്ങിച്ചിട്ട് 1 മിനിറ്റ് നിങ്ങൾക്ക് തന്നാൽ ആ 1 മിനിറ്റിന്റെ വില 1 കോടി സ്വർണ്ണ നാണയം എന്നായില്ലേ. പക്ഷേ 1 കോടി കൊടുത്താലും അദ്ദേഹം 1 മിനിറ്റ് എക്സ്റ്റൻഷൻ അനുവദിക്കുന്നില്ല. അതിന്റെ അർത്ഥം ആ 1 മിനിറ്റിന് കൂടുതലായി കിട്ടുന്ന ആ 1 മിനിറ്റിന് 1 കോടി സ്വർണ്ണ നാണയത്തെക്കാളും വില കൂടുതലാണ്. അങ്ങനെയുള്ള അമൂല്യമായ ജീവിതത്തെയാണ് നമ്മൾ പാഴാക്കി കളയുന്നത്. എന്തിനാ? സന്യാസം എടുക്കാൻ വേണ്ടി, ഉള്ളിൽ സന്യാസം പ്രകാശിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ഉള്ളിൽ ആ ത്യാഗ മനോഭാവം, നിസ്സംഗത, ജീവിതത്തിനോട് ഒരു വിരക്തി എന്ന് പറഞ്ഞാൽ ഇതൊരു ഷോ, ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത് എന്ന് ഉള്ളുകൊണ്ട് എല്ലാറ്റിൽ നിന്നും അകലുക. കൂടാതെ വാണാളെ വീൺകഴിക്കും മാനിടരെ പോൽ, ഈ ജീവിതത്തിന്റെ മഹത്വമോ വിലയോ ഒന്നും അറിയാതെ അമൂല്യമായ ആയുസ്സിനെ പാഴാക്കി കളയുന്നു ഈ മനുഷ്യർ. വാണാളെ വീൺകഴിക്കും മാനിടരെ പോൽ മയക്കം പൂണാർ. ഇങ്ങനെയുള്ള അജ്ഞാനികളായ സാധാരണക്കാരെ പോലെ മയങ്ങിപ്പോകുന്നില്ല, മോഹിച്ചു പോകുന്നില്ല. ആര്? ജ്ഞാനികൾ. അവർ കാര്യത്തിൽ കണ്ണ് പതിപ്പിച്ചവരാണ്. കാര്യത്തിലാണ് അവരുടെ കണ്ണ്. എന്താണ് കാര്യം? മോക്ഷം. അതിനാണ് ഞാൻ ജീവിക്കുന്നത്. ഈ ശരീരം പതിക്കുന്നതിന് മുൻപ് ആ മോക്ഷം നേടിയേ തീരൂ. സത്യസാക്ഷാത്കാരം ഞാൻ നേടും. അടുത്ത ജന്മം എന്താണെന്ന് അറിയില്ല, അവിടെ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുമോ എന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഇതിനെ ഫലപ്രദമായി ഉപയോഗിക്കണം എന്ന് തീരുമാനിച്ച് നിസ്സംഗരായി തീരുന്നു. മയക്കം പൂണാർ പൊയ് കണ്ട് തുറപ്പോർ. ഇതൊക്കെ പൊയ്യാണ്, മിഥ്യയാണ് എന്ന് കണ്ട് ഉള്ളുകൊണ്ട് ലോകത്തെ ത്യജിക്കുന്നവർ അജ്ഞാനികളെ പോലെയല്ല. അവരാണ് യഥാർത്ഥത്തിൽ സമർത്ഥന്മാർ, മിടുക്കന്മാർ. അവരാണ് ആര്? ഉപേക്ഷിക്കുന്നവർ, കെട്ടിപ്പൂട്ടി വെക്കുന്നവർ. വീൺ എന്ന് പറഞ്ഞാൽ വ്യർത്ഥം. വീൺ കഴിക്കും മാനിടർ, വ്യർത്ഥമാക്കി കളയുന്ന മനുഷ്യർ. വീണാക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ പാഴാക്കുക എന്നർത്ഥം. വ്യർത്ഥമാക്കുക, നിഷ്ഫലമാക്കി തീർക്കുക എന്നർത്ഥം. അതുകൊണ്ട് എന്താ? നമ്മുടെ ജീവിതത്തെ ഫലപ്രദമായി വിനിയോഗിക്കണം എന്നാണ്. ധാരാളം ധനമാർജിച്ച് കുന്നുപോലെ കൂട്ടിവെച്ചിട്ടുള്ള ധനികൻ മരണസമയത്ത് 1 നിമിഷ നേരം കൂടി ആയുസ് കിട്ടണമെന്ന്
പ്രാർത്ഥനയോടെ കോടി പൊന്ന് കൊടുക്കാമെന്ന് കിഴിഞ്ഞപേക്ഷിച്ചാലും യമധർമ്മന്റെ കാല് പിടിച്ച് കേണാലും അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റമില്ല. കിഴിഞ്ഞപേക്ഷിച്ചാലും ആയത് ഇപ്പോൾ സാധ്യമല്ലെന്ന് വരുന്നുവല്ലോ. കാരണം ആർക്കും ജീവിത ദൈർഘ്യം കൂട്ടിക്കിട്ടാറില്ല. ആയുസ്സിൽ ഒരു ക്ഷണനേരം പോലും ഇത്ര വിലയേറിയതായിരിക്കെ തങ്ങളുടെ ആയുഷ്കാലം തീരെ പാഴാക്കി കളയുന്ന ജീവന്മാരുടെ നില എത്ര ശോചനീയം, കഷ്ടം എന്നേ പറയാനുള്ളൂ. അമൂല്യമായ മനുഷ്യ ജീവിതത്തെ പാഴാക്കി കളയുന്നു. അതും ഇതുമൊക്കെ ചെയ്ത് അതും ഇതും കണ്ട് അതും ഇതും വായിച്ച് അവരുടെ ഇവരുടെയൊക്കെ പുറകെ പോയി അവസാനം ഒന്നും കിട്ടാതെ. അപ്പൊ നമ്മൾ എത്രമാത്രം ജീവിതത്തെ വ്യർത്ഥമാക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ഒരു ദുഃഖസത്യം. ഈ വാസ്തവം അറിഞ്ഞ് സുഹൃതികളായ മുമുക്ഷുക്കൾ ഇത്തരം മയക്കത്തിൽ പെടാതെ ലോകഭോഗങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി മോക്ഷലാഭത്തിനായി ജ്ഞാനാചാര്യന്മാരെ സമീപിച്ച് ജ്ഞാനം സമ്പാദിച്ച് ജീവിതം ധന്യമാക്കേണ്ടതാണ്. അപ്പൊ നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോകുന്നില്ല, റിസൈൻ ചെയ്യാൻ പോകണം. ഇന്നലെ മറ്റേ അങ്ങനെ പറഞ്ഞു സന്യാസം. അതുകൊണ്ട് നാളെ അങ്ങനെയുള്ള കൊല്ലാപ്പിനൊന്നും പോരുത്. ദയവ് ചെയ്ത് ഈ ത്യാഗം ഉൾത്തലത്തിലാണ് നേടേണ്ടത്. പിന്നെ ഒരു ഘട്ടം വരുമ്പോ ഇതൊക്കെ എന്തിന് എന്നങ്ങ് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ വിടുന്നതിൽ തെറ്റില്ല. കാരണം അത് ശരിക്കുള്ള വ്യക്തിയാണ്. മറ്റ് എന്തും നോക്കിക്കോളൂ. പഴങ്ങളൊക്കെ തല്ലിപ്പഴുപ്പിച്ചാൽ പഴുക്കില്ല, അതിന് സ്വാദ് കുറയും. സ്വാഭാവികമായി അത് പഴുക്കണം. ആ പാകത വന്ന് വിടുന്നതാണ് ശ്രേഷ്ഠം. അങ്ങനെ ജ്ഞാനം സമ്പാദിച്ച് ജീവിതം ധന്യമാക്കേണ്ടതാണ്. മാനിടരൈ, മാനിടർ എന്ന് പറഞ്ഞാൽ മനുഷ്യർ. മനുഷ്യർ മയക്കം പൂണാർ, അതായത് വാഴ്നാളെ വീൺകഴിക്കും ജീവിതകാലത്തെ വ്യർത്ഥമാക്കുന്ന മാനിടരൈ പോൽ. പോൽ എന്നാണ്, അതാണ് പോൻ മയക്കം. അത് സന്ധിയിൽ പോലെ എന്നാണ്. സാധാരണ മനുഷ്യരെ പോലെ മയക്കം പൂണാർ. പൂണുക എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യുക എന്നാണ് അർത്ഥം. പൂമാതു പൂണുന്ന പൂമേനി കണ്ട് കണ്ട് ആമോദം പൂണ്ടങ്ങ് നിൽപ്പനോ ഞാൻ. ആലിംഗനം ചെയ്യുക. ഇവിടുത്തെ ആലിംഗനം ചെയ്യുക, മയക്കത്തെ ആലിംഗനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മോഹബദ്ധരാവുക. മോഹബദ്ധർ ആവില്ല. മയക്കം പൂണാർ, അവർ മോഹത്തിന് ഭ്രമത്തിന് വിധേയരാകുന്നില്ല എന്നാണ്. ആര്? പൊയ് കണ്ട് തുറക്കോ. പ്രപഞ്ചം മിഥ്യയാണ് എന്ന് നല്ലതുപോലെ വിചാരം ചെയ്ത് ഇതിനെയൊക്കെ ത്യജിക്കുന്നവർ ഒരിക്കലും ജീവിതത്തെ വ്യർത്ഥമാക്കുന്നവരല്ല. അവര് ജീവിതത്തെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തുന്നവരാണ്. ഇനിയുള്ള പദ്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച